അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തുതിച്ച്. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥം ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമത്തിൽ നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന്,
എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥതയിൽ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാ ശുശ്രൂഷ നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ ഉണ്ടല്ലോ, കർത്താവ് പറഞ്ഞില്ലേ എനിക്കൊരു ജ്ഞാനസ്നാനം സ്വീകരിക്കാനുണ്ടെന്ന്. അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്താണെന്നറിയാമോ? കർത്താവ് 12:50 ലൂക്ക 12:50 പറയണത്. ഒന്ന് വായിച്ചേ. എനിക്ക് ഒരു സ്നാനം സ്വീകരിക്കാനുണ്ട്, എനിക്ക് സ്നാനം സ്വീകരിക്കാനുണ്ട്, അത് നിവൃത്തിയാകുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. അപ്പം അതായത് ഈശോ തീഷ്ണമായി ആഗ്രഹിക്കണം. അപ്പം എന്താ ഈ ജ്ഞാനസ്നാനം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കർത്താവ് സ്വീകരിക്കാതിരുന്ന പീഡാസഹനങ്ങളെയാണ് ഇത് പറയണത്. സ്വീകാര്യ ലേഖനം ഇല്ലേ, റോമ 6:3 എടുത്തേ. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവന്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. ഓരോ സഹനവും കർത്താവിൻ്റെ മരണത്തോടുള്ള നമ്മുടെ ഐക്യദാർഢ്യമാണ്. അത് ബൈബിള് മുന്നോട്ട് വെക്കുന്ന വല്ലാത്ത ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു സ്വർഗീയ വെളിപാടാണത്. അതായത് ഇപ്പം ജ്ഞാനസ്നാനം തന്നെയാണെങ്കിൽ, ജ്ഞാനസ്നാനം കത്തോലിക്ക സഭയുടെ പഴയ ബേസിക് കാറ്റഗിസത്തിലെ ജ്ഞാനസ്നാനത്തെക്കുറിച്ച് പണ്ടൊക്കെ ഞങ്ങൾ പഠിച്ചത്, കുഞ്ഞായിരുന്ന പഠിച്ചതാണ്. ഇപ്പോഴത് മറന്നുപോയിട്ടൊന്നുമില്ല. അതായത് ജ്ഞാനസ്നാനം കർമ്മദോഷം ഉണ്ടെങ്കിൽ അതും ഉത്ഭവദോഷവും നീക്കി നമ്മളെ ക്രൈസ്തവരും ദൈവത്തിൻ്റെ മക്കളുമായി തീർക്കാനുള്ള കൂദാശയാണെന്നാണ്. അപ്പം ജ്ഞാനസ്നാനം എന്ന് വരുമ്പോഴൊരു നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിട്ട് മാറുക. പക്ഷേ പൂർണ്ണ തോതിലുള്ള മക്കളാകണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? അത് നമ്മൾ ഇപ്പം തന്നെ പറഞ്ഞാൽ അത് കൂദാശയോടെ കൂദാശയിൽ ജീവിക്കുന്ന ദൈവിക ജീവൻ, ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ ജീവൻ കൂദാശകളിലൂടെ പകർന്ന് കിട്ടുന്ന സഭയുടെ ആത്മീയ സംവിധാനങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കാണ് ഈ ബാപ്റ്റിസം, കൺഫർമേഷൻ, കമ്മ്യൂണിയനൊക്കെ ഉള്ളത്. പക്ഷേ അല്ലാത്തവർക്ക് എന്താ മാർഗം? ഇപ്പോൾ സഭയുടെ അകത്ത് നിൽക്കാൻ പറ്റണില്ല. പക്ഷെ അവർക്ക് ക്രിസ്തുവിനെ അറിയണം, ക്രിസ്തുവിൽ ജീവിക്കണം, ക്രിസ്തുവിലുള്ള രക്ഷ നേടണം എന്നൊക്കെ അവർ തീവ്രമായി അഭിലഷിച്ചാൽ ബൈബിൾ അവർക്ക് വേറെ ഒരു വിഭവമാണ് വിളമ്പണത്. അതെത്രയാണെന്നറിയാം. പക്ഷെ അതിനകത്ത് ഇതുപോലെ ഈ കമ്മ്യൂണിയനും ഒന്നും വരത്തില്ല. കമ്മ്യൂണിയൻ കൺഫർമേഷൻ പരിശുദ്ധാത്മാവിലുള്ള അപ്പോസ്തലിക് സ്ഥിരീകരണമാണത് കൺഫർമേഷൻ എന്ന് പറയുന്നത്. പിന്നെ കമ്മ്യൂണിയൻ കർത്താവിനെ പങ്കുവെച്ച് നമ്മൾ കമ്മ്യൂണിയനായിട്ട് ഈ ദിവ്യകുർബാനയിൽ ഈശോനെ സ്വീകരിക്കണത്. അപ്പം അതൊരു വഴിയാണ്. പക്ഷെ ആ വഴി ചില സമയത്ത് സാഹചര്യം കൊണ്ട് പറ്റാത്തവർക്ക് എന്ത് ചെയ്യും? അവർക്ക് വേറെ ഒരു വഴി ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിക്കാൻ വേണ്ടി ബൈബിള് ഒരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. അത് പൗലോസിലൂടെയാണ്. പുള്ളിയായിരുന്നു ഇങ്ങനെ വിജാതിയുടെ അപ്പോസ്റ്റൽ എന്നാണ് പുള്ളി അറിയപ്പെടുന്നത്. നമുക്ക് വിജാതിരുന്നൊക്കെ വിളിക്കാൻ പറ്റുമോ അറിയത്തില്ല. ബൈബിളിൻ്റെ ഒരു ടേമാണത്, തർജ്ജമ ചെയ്ത ടേം. അപ്പോൾ അതുകൊണ്ട് ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ പുറജാതിക്കാരെന്നാണ് പൊതുവെ ചില ബൈബിൾ എഴുതിയിരിക്കുന്നത്. അതായത് ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിന് പാരമ്പര്യ വിശ്വാസത്തിന് പുറത്തുള്ളവർ, പാരമ്പര്യ വിശ്വാസത്തിന് പുറത്ത് ജനിച്ചു പോയവർ, അവർക്ക് എങ്ങനെയാണ് ക്രിസ്തുവിൽ എന്തുമാത്രം ആൾക്കാരാണത് അറിഞ്ഞിരിക്കണത്? അവർക്ക് കർത്താവിൻ്റെ വചനം വേറൊരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. അതാണെന്നറിയാമോ? അത് എഫേസ്യൻസ് വായെടുത്ത് 1:13-14 രക്ഷയുടെ സദ്വാർത്തയായ അതെ കേട്ടോ, രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിന്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അവനിൽ മുദ്രിതരായിരിക്കുന്നു. മുദ്രിതാണ്, കൺഫേംഡ് ആണെന്നാണ്. അതായത് യേശുവിൽ അവന് വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ, വിശ്വാസം കൂടെ തന്നെ അവനെടുക്കുന്ന ഒരു ആത്മസ്നാനത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ മുദ്രീകരണം. നല്ല സൂപ്പർ
ഒരു പുതിയ വാതിലാണ് പൗലോസ് ചെയ്യണത്. വായിച്ചത്, അടുത്ത വായിച്ചേ. എഫേസ്യസ് 1:14. എഫേസ്യസ് 1:14. അവിടുത്തെ മഹത്വം അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നത് വരെ. അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്ന അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നവരെ ആ അവകാശത്തിന്റെ അച്ചാരമാണ് ഈ പരിശുദ്ധാത്മാവ്. നമ്മൾ സ്വാഭാവികമായ സഭാത്മകമായ സാക്ഷ്യ ജീവിതത്തിന്റെ പുറത്തും നിത്യരക്ഷയ്ക്ക് അഡ്വാൻസ് കൊടുത്ത് നമുക്ക് ദൈവമഹത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ആഗ്രഹിച്ച് എത്തിച്ചേരാൻ നമ്മൾ ആഗ്രഹിക്കണം, മനസ്സുകൊണ്ട് ആഗ്രഹിക്കണം ക്രിസ്തുവിൻ്റെ ദൈവിക ജീവൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേരാൻ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ കർത്താവിൻ്റെ കയ്യിലാണ് ഉള്ളത്. നിൻ്റെ സത്യസന്ധമായിട്ടാണ് ദൈവത്തിൻ്റെ മഹത്വത്തിന് നമ്മൾ സാക്ഷ്യം എന്ന് പറയുമ്പോൾ എന്താണെന്നറിയാമോ? മഹത്വത്തിൻ്റെ സാക്ഷികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സഹനമായിരിക്കും കിട്ടുന്നത്. അതൊരു സഹനത്തിന് ന്യായസ്ഥാനം പോലെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അതെന്നെ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കർത്താവിൻ്റെ മഹത്വത്തിനായി നമ്മൾ കാഴ്ചവെക്കും. കാഴ്ചവെച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ മഹത്വത്തെക്കുറിച്ച് വായിച്ചു, ഒന്നിനു വായിച്ചു 14, എഫേസ്യസ് 1:14. അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നത് വരെ ആ അവകാശത്തിന്റെ അച്ചാരമാണ് ഈ പരിശുദ്ധാത്മാവ്. അച്ഛൻ പറഞ്ഞ ഇതാണ്, ഏതെങ്കിലും തരത്തിലൊരു സഹനം വന്നാൽ ക്രിസ്തുവിൻ്റെ മരണത്തോട് ഐക്യപ്പെടുത്തി നമ്മുടെ സഹനത്തെ മാറ്റണം. അപ്പം നമ്മൾ അങ്ങനെ മാറ്റിയാൽ നമ്മൾ പരാതിപ്പെടത്തില്ല. നമ്മൾ ഉപയോഗിച്ചവർ ക്ഷമിക്കും. നമ്മൾ ക്രിസ്തീയ ക്ഷമ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അത് ജ്ഞാനസ്ഥാനത്തിന് നമ്മളെ സഹായിക്കുന്നതാണ്. സഹനം തരുന്ന ആൾക്കാരെ, അതിലൂടെയാണ് നമുക്ക് നിത്യരക്ഷ നേടിയെടുക്കാൻ കഴിയണത്. അതിമനോഹരമാണ്. അപ്പോൾ ഒന്നിനും വിഷമിക്കരുത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു വിചാരിച്ചിട്ട് ക്രിസ്തുവിനെ പ്രതി ഏറ്റെടുത്തിട്ട് പരമാവധി, ആദ്യമൊക്കെ കുറച്ച് പാടായിരിക്കും, പതുക്കെ ഞങ്ങളും ഇപ്പോൾ പൗലോസ് പറഞ്ഞില്ലേ, ഞങ്ങൾ പോലും വിജയിച്ചവരായി കാണപ്പെടണമെന്നില്ല, എന്ന് നിങ്ങൾ വിജയിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നൊക്കെ പൗലോസ് പറയുന്നില്ലേ. അപ്പം അതൊരു പ്രോസസ്സാണ്. പക്ഷെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ. എൻ്റെ പേര് മെറിൻ, ഞാൻ ചെങ്ങന്നൂരിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ അമ്മ ഷിനു ജോൺ. ഞാൻ 2025 നവംബർ 4 ഇവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിനു മുമ്പ് യൂട്യൂബിലൂടെയൊക്കെ ഞാൻ സാക്ഷ്യം കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അത്ര വിശ്വാസിയല്ലായിരുന്നു, പക്ഷേ എന്നാലും ഞാൻ അങ്ങനെ നിന്ദിക്കാറില്ലായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ MBA പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ബാംഗ്ലൂർ. അങ്ങനെ ഞാൻ അവിടെ ലാസ്റ്റ് ലൈറ്റ് മാതാവിൻ്റെ ചാപ്പലിൽ പോകുമായിരുന്നു എല്ലാ ഞായറാഴ്ചയും കുർബാനയ്ക്ക്. അങ്ങനെ ഒരു അമ്മച്ചിയാണ് എനിക്ക് ഇതിൻ്റെ പത്രം കൊണ്ട് തന്നിട്ട്, മോളെ ഇത് സൂക്ഷിച്ച് വെക്കണം, പ്രാർത്ഥിക്കണം, യൂട്യൂബിൽ സാക്ഷിയൊക്കെ ഉണ്ട്, അതൊക്കെ കേൾക്കണം എന്ന് പറഞ്ഞത്. പക്ഷേ ഞാൻ അതത്ര വലിയ കാര്യമാക്കിയില്ല. പക്ഷേ എന്നാലും ഞാൻ പ്രാർത്ഥിക്കുന്നിടത്ത് വിശുദ്ധ സ്ഥലത്ത് ഇത് കൊണ്ട് വെച്ചു. അന്ന് വൈകിട്ട് ഞാൻ വെറുതെ യൂട്യൂബ് എടുത്ത് നോക്കിയപ്പം ഞാൻ അങ്ങനെ സാക്ഷിയൊന്നും കാണുന്ന ആളല്ലായിരുന്നു. നമുക്കറിയാം, യൂട്യൂബിൽ നമ്മൾ എന്തെങ്കിലും കണ്ടാൽ മാത്രമേ നമുക്കങ്ങനെ റെക്കമെൻഡേഷൻസ് കയറി വരത്തുള്ളൂ. പക്ഷേ എനിക്കറിയത്തില്ല, ഞാനിതുവരെ സാക്ഷ്യം കണ്ടിട്ടില്ല, ആരും എനിക്കിത് സാക്ഷ്യം അയച്ചു തന്നിട്ടില്ല. എന്നാലും ഇതൊരു റെക്കമെൻഡേഷനായിട്ട് ഒരു കുഞ്ഞിൻ്റെ സൗഖ്യത്തെപ്പറ്റി അതിൻ്റെ അമ്മ വന്ന് സാക്ഷ്യം പറയുന്നതാണ് എനിക്കിത് കിട്ടിയത്. അങ്ങനെ എനിക്ക് തന്നെ എൻ്റെ മനസ്സിലാരോ പറയുന്ന പോലെ തോന്നി. അപ്പോൾ അന്ന് എനിക്ക് ഭയങ്കരധികം പ്രതിസന്ധികൾ, ഒരുപാട് വിഷമങ്ങൾ പോയിക്കൊണ്ടിരുന്നൊരു സമയമായിരുന്നു. എൻ്റെ പപ്പ ഒരു ആക്സിഡൻറ്റിൽ അപ്രതീക്ഷിതമായിട്ട് മരിച്ചു. അപ്പം അതിൻ്റെയൊക്കെ ഒരു സങ്കടങ്ങൾ കൊണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ട് പോകുന്ന ഇതായിരുന്നു. അപ്പം അന്നേരം എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ നിവർത്തിക്കണം അങ്ങനെയുള്ള രീതിയിൽ വന്നതല്ല. എനിക്ക് കുറച്ചുകൂടി സ്പിരിച്വൽ ആവാനും കുറച്ചുകൂടി ദൈവത്തിൽ അടുക്കുവാനും എൻ്റെ സങ്കടങ്ങളൊക്കെ എനിക്ക് ഒന്നിവിടെ വന്ന് പറയാനും ഒക്കെ ആയിട്ടാണ് ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ MBA ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സെക്കൻഡ് സെമസ്റ്ററിൽ ക്വാണ്ടിറ്റേറ്റീവ് ഓപ്പറേഷൻസ് എന്നൊരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പം അതൊരു പ്രാക്ടിക്കൽ പേപ്പറാണ്. അത് എനിക്ക് പ്രാക്ടിക്കൽ വൈസ് ഞാൻ അത്ര സ്മാർട്ടല്ല, ഞാൻ കുറച്ച് വീക്കാണ്. എനിക്ക് നന്നായിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്താലേ എനിക്ക് നല്ലതായിട്ട് മാർക്ക് മേടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു 5 ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നന്നായി റിവൈസ് ചെയ്ത് നന്നായി പഠിച്ച് നല്ല കോൺഫിഡൻസോടെയാണ് പോയത്. അപ്പോൾ ഉടമ്പടി വസ്തുക്കളൊക്കെ എടുത്ത് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത്. കാശ് രൂപ എപ്പോഴും എൻ്റെ കയ്യിൽ കാണും, അങ്ങനെയാണ് പോയത്. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, എനിക്ക് സന്തോഷമായി, കാരണം ഞാൻ പഠിച്ചതൊക്കെ തന്നെയാണ് വന്നത്. അപ്പോൾ അങ്ങനെ ഭയങ്കര സന്തോഷമായി. പക്ഷേ എഴുതാനിരുന്നപ്പോൾ തൊട്ട് എനിക്കൊന്നും എഴുതാൻ പറ്റുന്നില്ല. ഒന്നും എഴുതാൻ
പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ കൈ വിറയ്ക്കും, ആൻസറൊക്കെ ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ആവുന്ന പോലെയൊക്കെ തോന്നി, എനിക്കൊന്നും എഴുതാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ 5 മിനിറ്റ് കാശ്രൂപം മുറുകെ പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. കുറച്ച് നേരം ഞാൻ 5 മിനിറ്റ് അങ്ങനെ തന്നെ ഇരുന്നു. അപ്പം ഞാൻ വിശുദ്ധ ഉപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കയ്യിൽ, അതെൻ്റെ ഓരോ ആൻസർ ഷീറ്റിൻ്റെ ഓരോ താളിൽ ഞാൻ വിതറി പ്രാർത്ഥിച്ചു. ഞാൻ അങ്ങനെ എന്തൊക്കെയോ എഴുതി പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഭയങ്കര സന്തോഷം, കാരണം ഒരു 5 വർഷം നോക്കിയാൽ ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതിലൊക്കെ അവർ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഭയങ്കര സന്തോഷം. എനിക്ക് മാത്രം ഒന്നും സന്തോഷിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ നോക്കിയപ്പോൾ 30 മാർക്കിൻ്റെ ഞാൻ തെറ്റാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ആലോചിക്കാം, 30 മാർക്കിൻ്റെ തെറ്റെന്ന് എഴുതുമ്പോൾ തന്നെ എന്താണ്, തോറ്റുപോകും. അത്രയും ഞാൻ തെറ്റാണ് എഴുതിയേക്കുന്നത്. 30 മാർക്കിൻ്റെയോളം ഞാൻ തെറ്റാണ് എഴുതിയിരിക്കുന്നത്, വേറെ എന്തെങ്കിലുമൊക്കെ ഞാൻ എഴുതിയിട്ടുള്ളൂ. അങ്ങനെ എല്ലാവരും സന്തോഷം ഇറങ്ങി വന്നപ്പോൾ എനിക്ക് മാത്രം, ഞാൻ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. ഞാൻ അവിടെ വാഷ്റൂമിൽ പോയിരുന്നു, ഞാൻ പൊട്ടിക്കരഞ്ഞു. കാരണം എനിക്ക് അത്ര ഭയങ്കര വിഷമമായിപ്പോയി. പക്ഷേ അപ്പോഴും എനിക്ക് വിശ്വാസമുണ്ട്, എൻ്റെ യേശുപ്പച്ചൻ എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ എൻ്റെ യേശുപ്പച്ചൻ എനിക്കിത് തരും എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ 2 മാസം കഴിഞ്ഞ് റിസൾട്ട് വന്നു, ഞാൻ ജയിച്ചു. അതും ഞാൻ പ്രതീക്ഷിച്ചതിലും 5 മാർക്ക് കൂടുതൽ നിന്നാണ് എൻ്റെ യേശുപ്പച്ചൻ എന്നെ ജയിപ്പിച്ചത്. അത് അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ എൻ്റെ യേശുപ്പച്ചൻ മാത്രം ഇടപെട്ടതുകൊണ്ട്, ആ രേഖകളൊക്കെ എൻ്റെ യേശുപ്പച്ചൻ തൊട്ടതുകൊണ്ട് മാത്രമാണ് ഞാനിത് ജയിച്ചത്. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ MBA പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാം പ്ലേസ്മെൻറ്റ്സ് വരും. അപ്പോൾ ഞാൻ അത്യാവശ്യം ഒരു ഡീസൻറ്റ് പ്രൈവറ്റ് കോളേജിലാണ് MBA ഞാൻ ചെയ്തത്. അപ്പോൾ പ്ലേസ്മെൻറ്റ്സ് വരുന്നുണ്ടായിരുന്നു, കമ്പനീസ് വരുന്നുണ്ടായിരുന്നു. സോ ഈവൻ സ്റ്റാർട്ടപ്സിൻ്റെ കമ്പനിയിലാണെങ്കിൽ പോലും എനിക്ക് റിജക്ഷൻസ് മാത്രമേ കിട്ടിക്കൊണ്ടിരുന്നുള്ളൂ. അപ്പോൾ നമുക്കറിയാം MBAയിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ജോബ് മാർക്കറ്റിൽ സപ്ലൈ കൂടുതലാണെങ്കിൽ ഡിമാൻഡ് വളരെയധികം കുറവാണ്. കാരണം ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കോഴ്സാണ് MBA എന്ന് പറയുന്നത്. കാരണം എല്ലാവരും ഇപ്പം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും സ്മാർട്ടായവർക്ക് മാത്രമേ ഒരു നല്ല കമ്പനിയിൽ കിട്ടത്തുള്ളൂ, ഒരു നല്ല പോസ്റ്റിങ്. അപ്പോൾ എനിക്ക് അത്രയും സ്മാർട്ട്നെസ് ഒന്നുമില്ല, അതിലത്രയും മെറിറ്റ് ഒന്നും എനിക്കില്ല. ഞാൻ ഒരുപാട് കമ്പനിയിൽ ഞാൻ അറ്റൻഡ് ചെയ്തു, എനിക്കൊന്നും കിട്ടുന്നില്ല, എനിക്ക് ഭയങ്കര റിജക്ഷൻ. പക്ഷേ അപ്പോഴും ഞാൻ യേശുപ്പച്ചനോട് അങ്ങനെ പരാതി പറഞ്ഞിട്ടില്ല. ഞാൻ ഉടമ്പടി നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോയി, ഞാൻ പ്രേക്ഷിത പ്രവർത്തനം നല്ല രീതിയിൽ കൊണ്ടുപോയി, കാരുണ്യ പ്രവർത്തനം നല്ല രീതിയിൽ കൊണ്ടുപോയി, ഞാൻ എൻ്റെ ആത്മീയ ജീവിതവും നല്ല രീതിയിൽ കൊണ്ടുപോയി. പക്ഷേ എനിക്ക് അപ്പോഴും വിശ്വാസമുണ്ട് എൻ്റെ യേശുപ്പച്ചൻ എന്നെ കൈവിടത്തില്ല എന്നുള്ളത്. അങ്ങനെയാണ് എനിക്ക് ഒരു പ്രാവശ്യം പ്ലേസ്മെൻറ്റിൻ്റെ ഗ്രൂപ്പിൽ ഒരു US കമ്പനി, അതൊരു ടോപ്പ് MNC ആണ്, ഒരു US കമ്പനി ഫ്രഷേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. 10 വേക്കൻസീസ് ആണുള്ളത്. ഓൾ ഇന്ത്യ എന്നാണ് അവർ റിക്രൂട്ട് ചെയ്യുന്നതെന്നുള്ളൊരു ഇത് ലിങ്ക് ഞങ്ങളുടെ പ്ലേസ്മെൻറ്റ് ഗ്രൂപ്പിലെ മാം ഇടുന്നത്. അപ്പോഴും ഞാൻ വിചാരിച്ചു ഞാൻ എന്തിനാണ് ചെയ്യുന്നത്, കാരണം ടോപ്പ് ടയർ കോളേജസിൽ നിന്ന് കുട്ടികളുണ്ട്, IIM പോലുള്ള കോളേജിൽ നിന്ന് കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് കിട്ടുന്ന എക്സ്പോഷർ അല്ല ഒരു സാധാരണ പ്രൈവറ്റ് MBA കോളേജിൽ പഠിക്കുന്ന എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരിക്കലും അവിടെ എൻ്റെ മെറിറ്റ് ഒരിക്കലും വർക്കാവത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാണ് ഞാനിത് ചെയ്യുന്നത്. പക്ഷേ എന്നാലും എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്നു, നീ ചെയ്ത് നിനക്കുള്ളതാണ്, നീ ചെയ്യുക. അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ അത് പരിശുദ്ധാത്മാവായിരിക്കും. ഞാനത് ചെയ്തു. 1 മാസം. അപ്പം ഞങ്ങളുടെ കോളേജിൽ നിന്ന് 9 കുട്ടികളാണ്, ഞങ്ങളുടെ കോളേജ് അത് ഓൾ ഇന്ത്യയിൽ നിന്നാണ് അവർ ഹയർ ചെയ്യുന്നത്. ഞങ്ങളുടെ കോളേജിൽ നിന്ന് 9 കുട്ടികളാണ് ചെയ്തത്. അതിൽ ഇൻ്റർവ്യൂ കോൾ എനിക്ക് മാത്രമേ വന്നുള്ളൂ ആ കോളേജിൽ. അതൊരിക്കലും എൻ്റെ മെറിറ്റ് അല്ല, കാരണം ഞാൻ അവരുടെയൊക്കെ ഞാൻ CV കണ്ടതാണ്. അതൊന്നും കമ്പയർ ചെയ്യാൻ പോലും എൻ്റെ CV പറ്റത്തില്ല, കാരണം അത്ര എന്താ പറയുന്നത് ഒരു പുഴുവാണ് ഞാൻ അതിനകത്ത്. അത്ര മെറിറ്റ് ഇല്ല എനിക്ക്. പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നു. 3 റൗണ്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, 3ഉം വെർച്വൽ മോഡായിരുന്നു. അവിടെ ഞാൻ വിശുദ്ധ ഉടമ്പടി വസ്തുക്കൾ കൊണ്ടാണ് ഇൻ്റർവ്യൂവിന് ഇരുന്നത്. ഞാൻ വിശുദ്ധ എണ്ണ, ഉടമ്പടി തൈലം ഞാൻ നെറ്റിയിൽ പൂശി, ഉപ്പ് വിശുദ്ധ ഉപ്പ് ഞാൻ ലാപ്ടോപ്പിൻ്റെ അവിടെ വിതറി. പിന്നെ പരിശുദ്ധ അമ്മയുടെ രൂപം, യേശുപ്പച്ചൻ്റെ ഫോട്ടോയും ഞാൻ എൻ്റെ മടിയിൽ വെച്ചിട്ടാണ് ഞാൻ പിന്നെ വിശുദ്ധ തിരി കത്തിച്ച് വെച്ചിട്ടാണ് 3 റൗണ്ടിനും ഞാൻ ഇരുന്നത്. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് തന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിരുന്നു. അവിടെ തന്നെ ഈ ടോപ്പ് ടിയർ കോളേജിൽ നിന്ന് കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എൻ്റെ പകുതി ഇത് പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ 10 പേരുണ്ടായിരുന്നു, കിട്ടത്തില്ലെന്നുള്ളൊരിതാണ്. കാരണം എൻ്റെ മെറിറ്റ് ഒരിക്കലും അവിടെ വർക്കാവത്തില്ല. പക്ഷേ അതിന് കിട്ടി. സെക്കൻഡ് റൗണ്ടിൽ കിട്ടി, 3rd റൗണ്ടിലും കിട്ടി. അങ്ങനെ ഈ 3ാമത്തെ റൗണ്ട് നടക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ഞാൻ ഇതുപോലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കേട്ടോണ്ടിരുന്ന സമയത്ത് എൻ്റെ മെഴുകുതിരിയിൽ 22 തെളിഞ്ഞു. 22. പക്ഷേ എനിക്കത് മനസ്സിലായില്ല. ആദ്യം ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നുന്നതായിരിക്കും, ഇനി ഉറക്കച്ചടവ് എല്ലാം തോന്നുന്നതാണോ, അങ്ങനെ വിചാരിച്ചു. പക്ഷെ വീണ്ടും ഞാൻ നോക്കി 22 തന്നെയാണ് എനിക്ക് കിട്ടിയത്. ഞാനത് ഫോണിൽ ഫോട്ടോ എടുക്കാൻ വന്ന ഒരു സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡ് കൊണ്ട് അത് മാറി. ഫോണിൽ ഫോട്ടോ എടുക്കാൻ ഞാൻ വന്നതാണ്, പക്ഷേ എനിക്കത് കിട്ടിയില്ല. സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡ് കൊണ്ട് അത് മാറി.
അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ അറിഞ്ഞത് എനിക്ക് ലാസ്റ്റ് റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂ മെയ് 22-നാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിശ്വാസമായി, ഭയങ്കര ആശ്വാസമായി. കാരണം ഇത് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എനിക്ക് യേശുപ്പച്ചൻ മാതാവിലൂടെ എനിക്ക് പറയുന്ന പോലെ എനിക്ക് തോന്നി ഇത് നിനക്കുള്ളതാണ്. അങ്ങനെ 22-ാം തീയതി ലാസ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞു. 3 ആൾക്കാരായിരുന്നു ആ പാനലിലുണ്ടായിരുന്നത്. കുറേ കൺഫ്യൂഷൻ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചു. എനിക്കറിയത്തില്ല ഞാനത് എങ്ങനെ ആൻസർ പറഞ്ഞെന്ന്. കുറേ സിനാരിയോസൊക്കെ തന്നു. അതൊക്കെ ഞാൻ ആൻസർ പറഞ്ഞു. അതൊക്കെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച, മാതാവേ നിൻ്റെ കണ്ണുകളിലൂടെ ആയിരിക്കണേ അവരെന്നെ കാണുന്നത്, യേശുപ്പച്ച നിൻ്റെ നാവിലൂടെ ആയിരിക്കണേ എനിക്ക് ഉത്തരം പറയാൻ സാധിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചാണ് ഞാൻ ഇൻ്റർവ്യൂവിന് ഇരുന്നത്. അങ്ങനെ 10 മിനിറ്റിന് ശേഷം HR വിളിച്ച് പറയുവാണ്, കൺഗ്രാജുലേഷൻസ്, നിങ്ങൾ ഈ ഒരു കമ്പനിയിൽ മാനേജ്മെൻറ്റ് ട്രെയിനി പൊസിഷനിൽ നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട്. അതെനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. കാരണം അന്നേരം അതിനുശേഷം ഇവരൊരു ഫസ്റ്റ് മീറ്റിംഗ് വെച്ചായിരുന്നു. അന്നേരമാണ് ഇവർ പറഞ്ഞത് 4000 ആപ്ലിക്കേഷൻസാണ് ഇവർക്ക് കിട്ടിയത്, 10 പേരെ മാത്രമേ ഇവർ എടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. അതിലൊരാളായിരുന്നു ഞാൻ. ഒരിക്കലും അത് എൻ്റെ മെറിറ്റിലല്ല അത് വർക്ക് ചെയ്തത്. അത് യേശുപ്പച്ചൻ, അമ്മ മാതാവ് യേശുപ്പച്ചൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് ഭയങ്കര സീംലെസ് ആയിട്ട് മേടിച്ച് തന്നതുപോലെയാണ് എനിക്കത് തോന്നിയത്. 3-ാമത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെറുപ്പം തൊട്ട് എനിക്ക് ടോൺസിലൈറ്റിസിൻ്റെ പ്രോബ്ലം ഉണ്ട്. പനിയൊക്കെ, ചെറിയൊരു കോൾഡ് വന്നാൽ പോലും ഭയങ്കര ഇൻഫെക്ഷനാണ് വരുന്നത്. എനിക്ക് ഉമിനീര് പോലും ഇറക്കാൻ പറ്റത്തില്ല, എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റത്തില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, എനിക്ക് സംസാരിക്കാൻ പോലും പറ്റത്തില്ല. കാരണം പുറത്തു നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ തൈറോയിഡ് പോലെ അതിങ്ങനെ വീർത്തിരിക്കും, അകത്തും വീർത്തിരിക്കും. അങ്ങനെ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇടത്തേത് റിമൂവ് ചെയ്യണം, കാരണം അത് ഭയങ്കര ഇൻഫെക്റ്റഡ് ആണ്, അത് പിന്നീട് ഭാവിയിൽ കുറച്ച് ദൂഷ്യം ഉണ്ടാവും. പക്ഷേ എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു സർജറി ചെയ്യാൻ പോലും ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ ഞാൻ യേശുപ്പച്ചനോട് പ്രാർത്ഥിച്ചു, ഞാൻ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചു, ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചു, ഞാൻ തൈലം ഞാൻ എന്നും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ എന്നും വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ തൊണ്ടയിൽ തൊടുമായിരുന്നു. ഞാൻ ഉപ്പ് വെള്ളത്തിൽ കലക്കി കുടിക്കുമായിരുന്നു. അതിനോടനുബന്ധിച്ച് ഞാൻ ഉടമ്പടി 2025 നവംബർ 4-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. 1 മാസത്തിന് ശേഷം എൻ്റെ അത് പൂർണ്ണമായിട്ടും സൗഖ്യമായി. എനിക്കിപ്പോൾ ഒരു പ്രശ്നമില്ല. വലിയ പനി വന്നാൽ തൊണ്ടയിൽ ഒരു ചെറിയ സ്വാഭാവികമായിട്ടുള്ള ഒരു ഇറിറ്റേഷൻ അല്ലാതെ എനിക്കത് ബൾജ് ചെയ്യുകയോ അത് ഇൻഫെക്റ്റഡ് ആവുകയോ ഒന്നും ചെയ്തില്ല. അത് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറി. ഇപ്പോൾ ഇവിടെ ഇന്ന് വരെ എനിക്കതിൻ്റെ ഒരു പ്രശ്നവും വന്നിട്ടില്ല. അങ്ങനെ ഉടമ്പടി എടുത്ത 1 മാസത്തിന് ശേഷമാണ് അത് കംപ്ലീറ്റ് പൂർണ്ണമായിട്ടും അത് മാറി. ഇപ്പോഴും പനി വന്നിട്ടുണ്ട്. 2-3 മാസത്തിന് മുമ്പ് പനി വന്നായിരുന്നു. പക്ഷേ എന്നാലും ഒരു പ്രശ്നവും, ടോൺസിലൈറ്റിസിൻ്റെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അത് കംപ്ലീറ്റ്ലി മാറി. എനിക്ക് കുഞ്ഞിലെ തൊട്ടേ അനുഭവിക്കുന്ന ഒരു കഷ്ടപ്പാടായിരുന്നു അത്. ഒരുപാട് മരുന്ന് കഴിച്ചു, അലോപ്പതിയും ആയുർവേദവും ഒക്കെ കഴിച്ചു, എന്നിട്ടും ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. പക്ഷേ വിശുദ്ധ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിന് ശേഷം എനിക്കിപ്പോൾ അത് കംപ്ലീറ്റ്ലി ക്യൂറായി. ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല, ഒരു ഇറിറ്റേഷനായിട്ട് ഒന്നുമില്ല. പിന്നെ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ ഒരു സാക്ഷ്യമാണ്. അമ്മയുടെ വലത് കയ്യിൽ കുറേ വർഷമായിട്ടൊരു ഗ്ലാൻഡ് വളർന്നു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമൊന്നും അത്ര കാര്യമാക്കിയില്ല. ഇപ്പോൾ ഹോസ്പിറ്റലൊക്കെ കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞാൽ അമ്മ പറയും, സാരമില്ല, അത് വേറെ എന്തെങ്കിലും ആയിരിക്കും, സാരമില്ല, അങ്ങനെയൊക്കെ പറയുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ 3 മാസത്തിന് മുമ്പ് അത് ഭയങ്കരമായിട്ട് അങ്ങ് ബൾജായിട്ട് അമ്മയ്ക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ചെറിയൊരു വസ്തു പോലും കയ്യിൽ പിടിക്കാൻ പറ്റുന്നില്ല, അത്രമാത്രം വേദനയായി. അങ്ങനെ നമ്മൾ നിർബന്ധിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ നമുക്ക് പേടിയാണ്. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഉള്ള അവയവം അല്ലാതെ എന്തെങ്കിലും ഒരു ചെറിയ മുഴ വന്നാൽ പോലും നമുക്കറിയാം. ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് എന്തൊക്കെ ഹാംഫുൾ എഫക്ട്സ് ആണ് അതിനകത്തുണ്ടാവുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അത് ഓർത്തിട്ട്, ഭയങ്കര വിഷമമായിരുന്നു അത് ഓർത്തിട്ട്. അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിന് പ്രശ്നമൊന്നുമില്ല, നമുക്കത് ആ ഒരു ഗ്ലാൻഡ് നമുക്ക് സർജറി ചെയ്ത് കളഞ്ഞാൽ മതി, അതങ്ങ് മാറിക്കോളും, അതിനകത്ത് ഇനി ഗ്രോത്ത് ഒന്നും വരത്തില്ല. അപ്പോഴും ഇത് കാണിക്കാൻ പോയപ്പോഴും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് പോയത്. അവിടെ യേശുപ്പച്ചൻ നമ്മളെ കൈവിട്ടില്ല, അത് പ്രശ്നമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ സർജറി ചെയ്ത് എന്ത് കഴിഞ്ഞാലും ഈ ഒരു മുറിവ് അങ്ങോട്ട് ഉണങ്ങുന്നില്ല. അപ്പോൾ അതിനകത്തൊന്ന് പഴുപ്പും വെള്ളവും ഒക്കെ വരുവാണ്, അതിനകത്തൊന്നും ഉണങ്ങുന്നില്ല. അപ്പം നമ്മൾ മരുന്ന് ഉപയോഗിച്ചു. ഡോക്ടറെ പിന്നെയും പോയി കണ്ടു. ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, അതങ്ങ് മാറിക്കോളും, 1 ആഴ്ചയോ 2 ആഴ്ചയോ അത് മാറുന്നില്ല. അങ്ങനെ പിന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് പ്രാർത്ഥിച്ചതിന് ശേഷം 3 ദിവസത്തിനുള്ളിൽ അതിനകത്തൊന്നും പഴുപ്പും വരുന്നില്ല, വെള്ളവും വരുന്നില്ല, അത് പൂർണ്ണമായിട്ടും അമ്മയുടെ കയ്യിൽ അത് കരിഞ്ഞു. അതിനുശേഷം അപ്പം ചേച്ചിക്ക് ഇവിടെ അമ്മയുടെ പേരൻസിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. അപ്പം ചേച്ചിയും പുറത്താണ്, ഞാനും ബാംഗ്ലൂരാണ് PG ചെയ്തത്. അപ്പോൾ അമ്മ മാത്രമുള്ളൂ എല്ലാ കാര്യത്തിനും പുറത്തൊക്കെ പോകാൻ. അങ്ങനെ ഒരു പ്രാവശ്യം അമ്മ വീട്ടിലേക്കുള്ള സാധനമൊക്കെ മേടിച്ചിട്ട് ടൗണിൽ നിന്ന് വീട്ടിലോട്ട് വരുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു ട്രക്ക് വന്ന്
അമ്മയുടെ ഹാൻഡിൽ, 2 വീലറിൻ്റെ ഹാൻഡിലിൽ തട്ടി. അപ്പോൾ അത് കണ്ട് നിന്നവരെല്ലാം പറഞ്ഞു അത് അമ്മ നടുക്കോട്ട് വീഴേണ്ടതായിരുന്നു, പക്ഷേ അമ്മ ഇടത്തോട്ട് സൈഡിലോട്ടാണ് വീണത്. അത് വണ്ടി വരുന്നിടത്ത് വീണിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു വണ്ടി വന്ന് ഇടിച്ച് അത് വേറൊരു ഇതായേനെ. അപ്പോൾ അത് കണ്ടു നിന്നവരെല്ലാം പറഞ്ഞു അത് ദൈവത്തിൻ്റെ ഒരു കരുതൽ കൊണ്ട് മാത്രമാണ് അത് പോയത്. അങ്ങനെ ഒരു കൊട പോലെയാണ് എൻ്റെ യേശുപ്പച്ചൻ ഇപ്പോൾ നമ്മളെ ഒരു കൊടക്കീഴിലാണ് നമ്മുടെ ഒരു ഫാമിലിയെ ഇപ്പോൾ കൊണ്ടു നടക്കുന്നത്. അങ്ങനെ എനിക്ക് ഉടമ്പടി എടുത്തിട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ ആഗ്രഹം നിവർത്തിച്ചു എന്നതിലുപരി കുറേ ആത്മീയമായിട്ടുള്ള ഇത് ജീവിതം നയിക്കാനായിട്ട് പറ്റി. മറ്റേ ഞാൻ കുഞ്ഞിലെ തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നെങ്കിൽ പോലും അരമണിക്കൂറൊന്നും ബൈബിൾ വായിച്ച് ധ്യാനിക്കത്തൊന്നും ഇല്ലായിരുന്നു. ഇപ്പം അത് ചെയ്യും. പിന്നെ ഞാനൊരു ഓർത്തഡോക്സ് സഭാവിശ്വാസിയാണ്. അപ്പം നമുക്ക് കൊന്ത ചൊല്ലുന്ന ഒരിതില്ല. അത് ഞാൻ ഈ ഉടമ്പടിയിൽ വന്നതിന് ശേഷം എൻ്റെ ഫ്രണ്ട് കാത്തലിക്കാണ്. അപ്പോൾ ചോദിച്ചിട്ട് ഞാൻ ചോദിച്ചു എന്തൊക്കെയാണ് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അപ്പോൾ ഇതിൻ്റെ രഹസ്യങ്ങളൊക്കെ ചൊല്ലുന്നത് പറഞ്ഞു തന്നു. അങ്ങനെ യൂട്യൂബിൽ നോക്കി കൊന്ത ചൊല്ലാൻ ഞാൻ പഠിച്ചു. ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം പോലും കൊന്ത ചൊല്ലാത്തൊരു ദിവസം ഇല്ല. എനിക്ക് പ്രാർത്ഥനയിൽ ഏറ്റവും ഇഷ്ടം ഏതാണെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോൾ കൊന്ത ചൊല്ലുന്നതാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് നമ്മൾ ചെയ്തത് പത്രം മേടിച്ച് കൊടുക്കുമായിരുന്നു. ഞാൻ ബാംഗ്ലൂരാണ് പഠിച്ചത്, അപ്പോൾ അവിടെ കൊടുക്കുമായിരുന്നു. പിന്നെ യേശുപ്പച്ചനെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കും, മാതാവിനെ പറ്റി പറഞ്ഞു കൊടുക്കും അറിയാത്തവർക്ക്, അങ്ങനെ ചെയ്യുമായിരുന്നു. പിന്നെ പത്രം മേടിച്ച് കൊടുക്കുമായിരുന്നു. പിന്നെ എല്ലാ ചൊവ്വാഴ്ച ദിവസത്തിലെ എല്ലാ ധ്യാനവും കൂടും, എൻ്റെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കും. പിന്നെ ഡെയിലി ബ്രെഡ് ഷെയർ ചെയ്ത് കൊടുക്കും. അതായിരുന്നു പ്രേക്ഷിത പ്രവർത്തനം. കാരുണ്യ പ്രവർത്തനമായിട്ട് ചെയ്തത് ഓർഫനേജിലെ കുഞ്ഞുങ്ങൾക്ക് ഉടുപ്പ് കൊടുക്കും, പിന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കും. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാം കാര്യങ്ങൾ ജെന്യുവിനായിട്ട് കാണുന്നുണ്ടോ അതെല്ലാം അവർക്ക് ധനസഹായം കൊടുക്കും. കുഞ്ഞുങ്ങൾക്കൊക്കെ അവർക്ക് ധനസഹായം കൊടുക്കാറുണ്ട്. ഇതൊക്കെയാണ് കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് ചെയ്തത്. ഉടമ്പടി ജീവിതത്തിൽ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളാണ്, ഒരുപാട് അനുഗ്രഹങ്ങളാണ് തന്നത്. സമയച്ചുരുക്കം കൊണ്ടാണ് എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ചേച്ചിക്കും ഒക്കെ അനുഗ്രഹങ്ങൾ കിട്ടി. അവർക്ക് വേണ്ടി ഒക്കെ ഞാൻ ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്കത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷേ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ യേശുപ്പച്ചൻ അമ്മ മാതാവ് വഴി തന്നിട്ടുണ്ട്. കാര്യങ്ങൾ നിവർത്തിക്കുന്നതിലുപരി നമുക്കൊരു ഭയങ്കര ഒരു സ്പിരിച്വാലിറ്റി ഉണ്ടാവും, നമുക്ക് ഭയങ്കര ക്ഷമയുണ്ടാവും, മറ്റുള്ളവരോടൊരു എമ്പതി നമുക്കുണ്ടാവും. സിമ്പതി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, പക്ഷെ നമ്മൾ അവരെ പറ്റി ചിന്തിക്കാൻ, ഒരു എമ്പത്തറ്റിക് ആവാൻ നമുക്ക് ഈ ഒരു ഉടമ്പടി വഴി നമുക്ക് പറ്റും. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ സ്വഭാവത്തിലാണെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും എൻ്റെ യേശുപ്പച്ചനും കോടാനുകോടി നന്ദി പറയുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 15-ാം തിരുവചനം. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബേത്ലഹേം വരെ പോകാം, കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. മെറിൻ എന്ന ഈ സഹോദരി എനിക്കും ഇതൊന്ന് പോയി കാണണം എന്ന, അതുപോലെ എനിക്കൊന്ന് നന്നായി പ്രാർത്ഥിക്കണം എന്ന് വലിയ ആഗ്രഹത്തോടു കൂടിയാണ് മെറിൻ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടേക്ക് ഒരു MBA സ്റ്റുഡൻ്റായ ഈ മകളിവിടെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഈ മകളുടെ വാക്കുകളിൽ തന്നെ പറയുന്നത്, ഞാനൊരു അനുഗ്രഹപ്രാപ്തിക്ക് വേണ്ടിയല്ല ഇവിടെ വന്ന് ഉടമ്പടി ചെയ്തതെന്ന് മകൾ പറയുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുമ്പോൾ ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുന്നതായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ സാക്ഷ്യം ഏറ്റുപറയുന്നുണ്ട്. മെറിൻ ഒരു സാധാരണ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ച MBA സ്റ്റുഡൻ്റാണ്. ഇന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ തൻ്റെ തന്നെ അയോഗ്യതകളെ ഏറ്റുപറയുകയും എനിക്ക് ഒരു നല്ല US കമ്പനിയിൽ ജോലി കിട്ടാൻ മാത്രം യാതൊരു മെറിറ്റും എനിക്കില്ല, എൻ്റെ മെറിറ്റ് എല്ലാം 0 ആയി. കാരണം 2000 പേരുടെ ഒരു ഇൻ്റർവ്യൂവിലാണ് 10 പേരെ മാത്രം ഇൻ്റർവ്യൂ കോളിന് വിളിച്ച് അതിലൊരാളായി ഞാനിന്ന് ഹെക്സാവെയർ ടെക്നോളജീസിൽ മാനേജ്മെൻറ്റ് ട്രെയിനി ആയിട്ട് ഇന്ന് ഈ മകൾ ജോലിയുടെ വലിയ പദവിയിലേക്ക് എത്തിയിരിക്കുന്നു. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയേണ്ടത് നമ്മുടെ ജോലിക്കോ പദവിക്കോ വേണ്ടിയല്ല, അവിടുത്തെ സ്വീകരിക്കാൻ സാധിക്കുന്നു എന്നുള്ള ഒരു വലിയ ആത്മാ അഭിഷേകത്തിനാണ് നാം എപ്പോഴും നന്ദി പറയേണ്ടത്. നമ്മൾ പറയുകയുണ്ടായി, എൻ്റെ ഏറ്റവും മനോഹരമായ പ്രാർത്ഥന, ഞാനൊരു ഓർത്തഡോക്സ് വിശ്വാസിയാണ്, ഏറ്റവും മനോഹരമായ പ്രാർത്ഥന ജപമാലയാണ്. ജപമാല എന്ന് വെച്ചാൽ അത് അമ്മയോട് ചേർന്ന് ഈശോയുടെയും അമ്മയുടെയും ആ ദിവ്യരഹസ്യങ്ങൾ ഉൾക്കൊണ്ട് 1.5 മണിക്കൂറിൽ നാം വളരെ മൗനമായി ഈശോയോടും അമ്മയോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വളരെ മനോഹരമായ ഒരു പ്രാർത്ഥനയാണ്.
ഈശോ പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവേ എന്ന മനോഹരമായ പ്രാർത്ഥന, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ വാക്കുകളിൽ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയെക്കുറിച്ച് അച്ഛൻ വിശേഷിപ്പിക്കുന്നത് തന്നെ അതൊരു സ്വർണ്ണഖനിയാണ്, തേനൊഴുകുന്ന ഒരു സ്വർണ്ണഖനിയാണെന്നാണ് അച്ഛൻ നമ്മെ പ്രബോധനങ്ങളിൽ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മളെ ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ മനോഹരമായ പ്രാർത്ഥന, ഈശോയുടെ പീഡാനുഭവത്തെയും ജനനം മുതൽ ഉത്ഥാനം വരെയുള്ള മനോഹരമായ പ്രാർത്ഥന മകൾ ഏറ്റുചൊല്ലുകയാണ്. നമുക്കെപ്പോഴും നമ്മുടെ ഈശോയോടുള്ള വിശ്വസ്തതയും ആത്മാർത്ഥതയും നമുക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്കായിരിക്കാം. അതുപോലെ തന്നെ മകൾക്ക് ടോൺസിലൈറ്റിസ് എന്ന ഈ അസുഖത്തിൽ നിന്നുള്ള വിടുതൽ മകൾ പറയുകയുണ്ടായി. വളരെ ചെറുപ്പം മുതലേ തന്നെ വളരെ സങ്കടത്തോടുകൂടി പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ ഇന്ന് ഉടമ്പടി ചെയ്ത് ഒരു മാസത്തിനുള്ളിൽ ശുദ്ധവസ്തുക്കളുടെ ഉപയോഗം മൂലം മകൾക്ക് ഇപ്പോൾ ഒരു പൂർണ്ണ സൗഖ്യം ലഭിച്ചുവെന്ന് മകളേറ്റ് പറയുന്നു. അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന വളരെ ചെറുപ്പം മുതലുണ്ടായിരുന്ന കയ്യിലെ ഗ്ലാൻഡ് സർജറി ചെയ്തെങ്കിലും അത് കരിയുന്നുണ്ടായിരുന്നില്ല. ആ പഴുപ്പും ചെലവുമെല്ലാം ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പരിപൂർണ്ണ സൗഖ്യത്തിൽ. ഇതെല്ലാം സൗഖ്യം പ്രാപ്യമാകുന്നത് വിശ്വാസ പ്രയോഗവും വിശ്വാസ കൈമാറ്റവും എല്ലാം നടക്കുമ്പോഴാണെന്ന് നമുക്ക് ഏറ്റുപറയാൻ സാധിക്കും. മെറീനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം സമാനമായ ജോലിയില്ലാതെ വിഷമിക്കുന്ന, പഠനത്തിൽ ബുദ്ധിമുട്ടുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് റീനാമപ്പോൾ. ഞാൻ കോട്ടയം ജില്ല കുറുപ്പന്തറ മണ്ണാറപ്പാറ ഇടവകയിൽ നിന്ന് വരുന്നു. അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തുന്നതിന് ഈ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട തിരുവൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചതിനെ ഓർത്ത് ഞാൻ കോടാനുകൂടി അമ്മ മാതാവിന് തിരുക്കുമാരനോടും കോടാനുകൂടി നന്ദി പറയുന്നു. ഞാൻ 2019 ഏപ്രിൽ 5 ഞാൻ ഉടമ്പടി എടുത്തത് ആദ്യമായിട്ട്. ഞാനിത് 3ാമത്തെ സാക്ഷ്യമാണ് എൻ്റെ മാതാവിനെ അനുവദിച്ചിരിക്കുന്നത് പറയാനായിട്ട്. എനിക്ക് 15 വർഷമായിട്ട് ഒരു സ്ഥിരം ജോലിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഉടമ്പടി നിയോഗം വെച്ചു. ഞാൻ അംഗൻവാടി വർക്കറിൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നു. അച്ഛൻ്റെ ഇൻ്റർവ്യൂവിന് സമയത്ത് ഞാൻ അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങിച്ചിരുന്നു. പിന്നീട് ലിസ്റ്റിൽ ഞാനുണ്ട്. പക്ഷേ എനിക്ക് ലിസ്റ്റ് ഒരു കേസിലായിപ്പോയി. ഞാൻ അവർ ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറഞ്ഞ് 41 ദിവസത്തിനുള്ളിൽ നമ്മുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാനൊരു പേപ്പറിൽ എഴുതി വെച്ചു. ഞാൻ പ്രാർത്ഥിച്ചു. അമ്മ മാതാവിൻ്റെ വണക്കവാസത്തിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ വണക്കവാസത്തിന് 30-ാം തീയതി എനിക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ ലഭിച്ചു. എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. ഇതെൻ്റെ മോളാണ് അദീന മരിയ റോബി. മോള് 8 വർഷത്തോളം അവൾക്ക് പഠനത്തിൽ അവൾ തീരെ പുറകോട്ടായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവൾ ഓരോ ക്ലാസ്സിലും മുമ്പോട്ട് 1-2 സ്ഥാനങ്ങളിലോട്ട് കയറി വരാനായിട്ട് മാതാവ് അനുവദിച്ചു. 10ാം ക്ലാസ്സിൽ അവൾക്ക് ഫുൾ A+ മാർക്ക് കിട്ടി. +2-നും ഫുൾ A+ മാർക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. നമ്മുടെ ആഗ്രഹമല്ല, ഈശോയുടെ മാതാവിൻ്റെ ആഗ്രഹം. റിസൾട്ട് വരുന്നതിൻ്റെ ഞാനെന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. റിസൾട്ട് വരുന്നതിൻ്റെ 2 ദിവസം മുൻപ് മാതാവ് എനിക്ക് കാണിച്ചു തന്നു. മോൾക്ക് ഫുൾ A+ മാർക്കില്ല. നല്ല മാർക്കുണ്ട് എങ്കിലും ഫുൾ A+ മാർക്കില്ല. റിസൾട്ട് വരുന്നതിന് മുമ്പേ ഞാൻ അവളോട് പറഞ്ഞു. അല്ലേ റിസൾട്ട് വന്നതിന് ശേഷം പറഞ്ഞാൽ കൊച്ചു വിശ്വസിക്കാമല്ലോ. അപ്പം മോളോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ എനിക്ക് മാതാവ് കാണിച്ചു തന്നിട്ടുണ്ട്. എങ്കിൽ ഫുൾ A+ ഇല്ലെങ്കിൽ നല്ല മാർക്കോടെ അവൾ പാസ്സായി. ഇപ്പം ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി മാതാവ് അനുവദിച്ചിരിക്കുന്നു. അടുത്തായി ഞാൻ 2021 തൊട്ട് 2021, 22, 23, 24, 25 വർഷത്തെ ജപമാല റാലിയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതിന് മാതാവ് എന്നെ അനുവദിച്ചു. ആദ്യത്തെ ജപമാല റാലിക്ക് വരുമ്പോൾ എനിക്ക് ഭയങ്കര ഭയമായിരുന്നു. രാവിലെ 5 മണിയാകുമ്പോഴത്തേന് വീട്ടിൽ നിന്ന് പോയിരുന്നു, തന്നെ പോകുന്നത്. തിരിച്ചു വരുമ്പോഴത്തേന് രാവിലെ കുഴപ്പമില്ല, തിരിച്ചു വരുമ്പോൾ ഇരുട്ടാവുമല്ലോ. അപ്പോൾ എങ്ങനെ ഞാൻ തിരിച്ചു വരുമെന്ന് ഒരു ടെൻഷൻ ഉണ്ടായി. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് മാതാവിൻ്റെ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലിയിട്ട് മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്കൊരു കൂട്ട് വേണം തിരിച്ചു വരാൻ നേരത്ത്. ഞാൻ ബസ് സ്റ്റോപ്പിൽ വന്നപ്പോഴേക്കും 2 ചേച്ചിമാരുടെ നിൽപ്പുണ്ടായിരുന്നു. അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ കൃപാസനത്തിൽ ജപമാല റാലിക്ക് പോവുകയാണോ? അവർ പറഞ്ഞു, അതെ, ഞങ്ങളൊരു ബസ്സിൽ കയറിയതായിരുന്നു, പക്ഷേ ഞങ്ങൾ എന്തിനാണെന്ന് അറിയത്തില്ല, ഞങ്ങൾ തിരിച്ചിറങ്ങി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ മാതാവ് എനിക്ക് വേണ്ടി നിങ്ങളെ കരുതിയിരിക്കുന്ന കൂട്ടാണ്. അങ്ങനെ എൻ്റെ മാതാവ് കൂടെ വന്ന് എന്നെ ജപമാല റാലിയിൽ, എനിക്ക് അതിയായ ആഗ്രഹമായിരുന്നു ജപമാലയിൽ പങ്കെടുക്കണം, പക്ഷേ എനിക്ക് ആരും കൂട്ടില്ല. അപ്പോൾ മാതാവ് തന്നെ കൂടെ വന്ന് 2 പ്രാവശ്യം ഞാൻ അവരെ കാണാതെ പോയി, അവരെ തിരക്കിനിടയ്ക്ക്. പിന്നെ അവരെ കണ്ടുമുട്ടി. അങ്ങനെ എൻ്റെ മാതാവ് തന്നെയാണ് എൻ്റെ കൂടെ വന്ന് എന്നെ ജപമാല റാലി ആദ്യ അവസാനം വരെ കൂടെ ഉണ്ടായിരുന്നു.
പിന്നെ എനിക്ക് ഒരു കഫത്തിൻ്റെ തണുപ്പൊക്കെ കാലമാകുമ്പോഴത്തേനും കഫത്തിൻ്റെ ഒരു അസ്വസ്ഥതയുണ്ടായിരുന്നു, കഫത്തിന് ഒരു ചൊവ. അപ്പോൾ ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ ഉടമ്പടി നിയോഗം വെച്ചിട്ടില്ല, മാതാവിൻ്റെ തൈലം തേച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം തണുത്ത ആഹാരങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ചൊവ വരും. ഇപ്പം അത് 3 മാസമായിട്ട് എനിക്ക് പൂർണ്ണമായിട്ടത് മാറി കിട്ടിയിരിക്കുന്നു. മാതാവ് അതെനിക്ക് ബോധ്യപ്പെടുത്തി തന്നു, എനിക്കത് സൗഖ്യമായി കിട്ടിയെന്ന്. അപ്പം അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചത് തന്നെ, എനിക്കിങ്ങനെ ആ ഒരവസ്ഥ ഇപ്പോൾ ഇല്ലല്ലോ എന്ന്. പിന്നെ എനിക്ക് 8 മാസമായിട്ട് എൻ്റെ ഉരത്തിന് ഭയങ്കര വേദനയായിരുന്നു. എൻ്റെ ആ മാതാവിൻ്റെ ഉടമ്പടി തൈലം തേച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ തന്നെ വിളക്കിലെ ഉടമ്പടി തൈലം എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്കത് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. ഞങ്ങളുടെ വീട്ടിലാണ് കുടുംബ പ്രാർത്ഥന ഉടമ്പടി എടുത്തതിന് ശേഷം മുടങ്ങാതെ ചെല്ലുവാൻ എൻ്റെ അമ്മ മാതാവ് ഈശോയും അനുവദിച്ചു. നേരത്തെയൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ കുറച്ച് പ്രാർത്ഥിച്ചിട്ട് കിടക്കാം, അങ്ങനെ ഒരു മനോഭാവമായിരുന്നു വീട്ടിലെല്ലാവർക്കും. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. പിള്ളേരാണേലും എവിടെയെങ്കിലും വിശേഷ ദിവസം എവിടെയെങ്കിലും പോകണം എങ്ങനെയാണേലും പിള്ളേർ ചോദിക്കും, ഹസ്ബൻഡാണ് എല്ലാവരും ചോദിക്കും എപ്പോഴാണ് നമ്മൾ കുരിശ് വരച്ചിട്ട് പോകുന്നേ എന്നാണ് സമയം തിരക്കുക ഇങ്ങോട്ട്. അല്ലാതെ കുരിശ് വരയ്ക്കാതെ വേറെ ഫംഗ്ഷന് പോകുക എന്നുള്ളത് സാധ്യമല്ല എന്ന് അവർക്ക് ഉടമ്പടിയിലൂടെ അവർക്ക് ബോധ്യമായി. പിന്നെ ഞാൻ കുമ്പസാരിക്കാറുണ്ട്, വിശുദ്ധ കുർബാന മുടക്കാറില്ല. ഞായറാഴ്ചകളിൽ ഇപ്പം ജോലിക്ക് പോകുമ്പോൾ എല്ലാ ദിവസവും പോകാൻ സാധിക്കുന്നില്ല, അല്ലാത്തപ്പോൾ എല്ലാ ദിവസവും പോകുമായിരുന്നു. ഞാൻ പത്രം വിതരണം ചെയ്യുന്നത് ഹോസ്പിറ്റലിലും മെഡിക്കൽ കോളേജിലും ബസ് സ്റ്റോപ്പിലും വഴിയെ നടന്ന് പോകുന്ന ആൾക്കാർക്കും എൻ്റെ 3ാമത്തെ സാക്ഷ്യമാണ്. അപ്പോൾ എൻ്റെ സാക്ഷ്യങ്ങൾ പറഞ്ഞ് ഞാൻ പത്രം വിതരണം ചെയ്യുന്നത്. 1 രൂപ പോലും ഇല്ലാത്ത ഭവനം പണിയാൻ എന്ന സാക്ഷി ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് 1 രൂപ പോലും സമ്പാദ്യമില്ലാതെയാണ് മാതാവ് ഭവനം പണിത് തന്നത്. ആദ്യം പത്രം കൊടുക്കുമ്പോൾ ചോദിക്കുമായിരുന്നു, നിങ്ങളുടെ സാക്ഷി നിങ്ങൾക്കുണ്ടോ? അപ്പോൾ അമ്മയോട് പറഞ്ഞു, മാതാവേ എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ സ്വന്തം സാക്ഷി പറഞ്ഞ് പത്രം കൊടുക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ മാതാവ് ഞങ്ങൾക്ക് ഭവനം തന്നത്. എൻ്റെ സാക്ഷ്യങ്ങളെല്ലാം പറഞ്ഞാണ് ഞാൻ പത്രം വിതരണം ചെയ്യുന്നത്. പിന്നെ ഞാൻ പള്ളിയിൽ വെച്ചും ഒരു ഓഫീസ് വെച്ചും ഹോസ്പിറ്റലിൽ വെച്ചും അമ്മ മാതാവിൻ്റെ പത്രം കെട്ടോടെ കിടക്കുന്നത് എനിക്ക് കാണാൻ സാധിച്ചു. അത് ഞാനെടുത്ത് കൊച്ചുങ്ങളോട് ഞാൻ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ ഒരു മാതാവിൻ്റെ പത്രം കണ്ടാൽ അത് അനേകർക്ക് ആവശ്യമുണ്ട്, ആവശ്യമുള്ള കരങ്ങളിൽ എത്തിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എൻ്റെ ഈശോയെ ഞാനൊരു സ്വപ്നം കണ്ടു. എൻ്റെ ഈശോയുടെ രക്തം പുരണ്ട കൈകളും ശരീരവും ഞാൻ കണ്ടു. ഈശോൻ്റെ നേരെ കൈ നീട്ടി ഞാൻ ഈശോയുടെ കയ്യിലേക്ക് എൻ്റെ രക്തമുണ്ട് ഈശോയുടെ കയ്യിൽ, അങ്ങോട്ട് എൻ്റെ കൈ ഞാൻ വെച്ചു. ഈശോയെ മനസ്സിൽ പറഞ്ഞറിയാ, നീ നിൻ്റെ ആവശ്യങ്ങളൊന്നുമല്ല ചോദിക്കേണ്ട, ഈശോയെ എൻ്റെ കടങ്ങളും പാവങ്ങളും പൊറുക്കണേന്ന് ഞാൻ പറഞ്ഞു. മാതാവിൻ്റെ സുഗന്ധാഭിഷേകം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവർ ഡെയിലി ബ്രെഡ് ഞാൻ സ്ഥിരം രാവിലെ കൂടുകയും എൻ്റെ സ്റ്റാറ്റസ് ഇടുകയും എല്ലാവർക്കും ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട്. നമ്മുടെ ഓരോ ദിവസത്തെ ആവശ്യങ്ങൾ അവർ ഡെയിലി ബ്രെഡിലൂടെ അമ്മ മാതാവിൻ്റെ ഈശോയുടെയും കലങ്ങളിൽ ഏൽപ്പിക്കുവാൻ അവർ ഡെയിലി ബ്രെഡ് തന്നതിനെ ഓർത്ത് അമ്മ മാതാവിന് തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. നമുക്ക് ആവശ്യമായ മറുപടികളും നമ്മുടെ മനസ്സിലുള്ള ചോദ്യത്തിന് മറുപടിയാണ് അച്ഛൻ അവർ ഡെയിലി ബ്രെഡിലൂടെ പറയുന്നത്. നമുക്ക് എന്താണ് ആവശ്യമുള്ളത് അതാണ് അവർ ഡെയിലി ബ്രെഡിലൂടെ നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഒരു അവർ ഡെയിലി ബ്രെഡും ലൈറ്റ് ക്യാൻഡി പ്രയലെല്ലാം നമുക്ക് തന്നതിനെ ഓർത്ത് കോടാനുകൂടി നന്ദി പറയുന്നു. പിന്നെ ഈ ഉടമ്പടി വന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ചെറിയ രീതിയിലൊക്കെ എല്ലാവരെയും സഹായിക്കുമായിരുന്നു എങ്കിലും ഒരു അനാഥാലയത്തിൽ പോകാനും അമ്മച്ചിയൊക്കെ കുളിപ്പിക്കുവാനും ഭക്ഷണം വാരി കൊടുക്കുവാനും മറ്റുള്ള എല്ലാ അവർക്ക് വർത്താനം പറയാൻ കൊതിയാണ് വെച്ചാൽ ആരും ഇല്ല അവർക്ക്. അങ്ങനെ അമ്മ മാതാവിൻ്റെ ഉടമ്പടി വന്നതുകൊണ്ട് മാത്രം എല്ലാ അനാഥാലയങ്ങളിലുള്ള അമ്മച്ചിമാർക്കും അപ്പച്ചന്മാർക്കും ഒരു ഉടമ്പടി എടുത്തവരുടെ സാന്നിധ്യം എല്ലാം കിട്ടാൻ സാധിച്ചത് നമ്മുടെ ഈ ഉടമ്പടി വന്നതുകൊണ്ട് മാത്രമാണ്. ഉടമ്പടി എടുത്തുകൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ ചെയ്തത്, അല്ല ഞാനങ്ങനെ ചെയ്യത്തില്ല. നമ്മൾ ആര് സഹായം ചോദിച്ചാൽ നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ ഭക്ഷണം കൊടുത്താൽ തന്നെ അതിനകത്ത് ഞാൻ മാതാവിൻ്റെ ഉപ്പിട്ടാണ് കൊടുക്കാറുള്ളത്, സാധിക്കുമ്പോഴൊക്കെ കൊടുക്കാറുണ്ട്. എൻ്റെ അമ്മ മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും ഉടമ്പടിയിൽ ജീവിതകാലം മൊത്തം ഞാനും എൻ്റെ കുടുംബവും നിലനിൽക്കും. എൻ്റെ മോൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്, അവൾ ഉടമ്പടിയിലാണ്. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന എൻ്റെ അമ്മ മാതാവിനും
പിന്നെ എനിക്കൊരു സാമ്പത്തികമായിട്ട് തീരെ മോശമായിരുന്ന അവസ്ഥയിൽ എൻ്റെ അമ്മ മാതാവ് എനിക്ക് ഞാൻ അബാക്കസൊക്കെ പഠിപ്പിക്കുന്ന വ്യക്തിയാണ്. എനിക്ക് ഫീസൊക്കെ കിട്ടാനുണ്ടായിരുന്നത് ഞാൻ ചോദിക്കാതെ എനിക്ക് ആവശ്യമായ സമയത്ത് കിട്ടുകയും എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ ജീവിതകാലം മൊത്തം ഞാൻ ഉടമ്പടിയിലായിരിക്കും. യേശുവെ നന്ദി, യേശുവെ സ്തുതി. ഇത്രയും അനുഗ്രഹം എനിക്ക് സാക്ഷ്യം പറയുമ്പോൾ സാധിക്കുന്നത് കോടാനുകൂടി നന്ദി പറയുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 27-ാം തിരുവചനം. അവൻ തോമസിനോട് പറഞ്ഞു, നിൻ്റെ വിരലിവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിൻ്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. റീനമ്മ പോൾ എന്ന ഈ മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത് ഈശോയെ തൊട്ടനുഭവിക്കാൻ സാധിക്കുന്ന ഒരു ഉടമ്പടി ജീവിതം നയിക്കുവാൻ ഈ മകൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ മകളുടെ നിയോഗങ്ങളെക്കാൾ കൂടുതൽ ഈശോയുടെ എല്ലാ പീഡാസഹനങ്ങളെയും നേരിട്ട് കാണുവാനും ദർശനങ്ങളിലൂടെ ഈശോയെ ആശ്വസിപ്പിക്കാനും സാധിക്കുന്നു എന്നുള്ളത് ഒരു വലിയ മഹാഭാഗ്യമായി മകൾ ഇന്ന് കരുതുകയാണ്. തൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ഇവിടെ വന്ന് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ സമയച്ചുരുക്കത്തിലാണ് ഈ മകൾക്ക് ഗവൺമെൻറ് ജോലി, ഒരു ടീച്ചറായി ജോലി കിട്ടിയത് എന്ന് ഈ മകൾ ഏറ്റു പറയുന്നു. അതുപോലെ തന്നെ മകളുടെ ഫുൾ A+ കിട്ടുമെന്നുള്ള വലിയ പ്രതീക്ഷയുണ്ടായിരുന്നെങ്കിലും പരിശുദ്ധ അമ്മ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആശയവിനിമയം നടത്തി നിൻ്റെ മകൾക്ക് ഫുൾ A+ കിട്ടുകയില്ല, നല്ല മാർക്ക് കിട്ടുമെന്ന്. അതുപോലെ തന്നെ അവർ പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറയുകയാണ്. 5 തവണ ഈ മകൾ ഇവിടെ വന്ന് ജപമാല റാലിയിൽ പങ്കെടുത്തു. ഇവിടെ വരുമ്പോൾ മകൾക്ക് പേടിയായിരുന്നു, തിരിച്ചു പോകുമ്പോൾ എൻ്റെ കൂടെ ആരും ഉണ്ടാവില്ലല്ലോ എന്ന്. ആ ഒരു നെടുവീർപ്പ് പോലും, നമ്മുടെ നെടുവീർപ്പുകളിൽ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റീനമ്മയ്ക്ക് കൂട്ടായി വന്ന് പരിശുദ്ധ അമ്മ തന്നെ മകളോടുകൂടെ സഞ്ചരിക്കുകയും ജപമാല റാലികൾ കൃത്യമായി അവസാനിപ്പിക്കുവാനും പങ്കെടുക്കുവാനും സാധിച്ചു എന്നതിന് നന്ദി പറയുകയാണ്. ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഇവർ കാണുന്നത് ഇവർക്ക് വിശ്വാസം കൈമാറാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കുടുംബത്തിൽ തന്നെ മക്കളുടെ ഒരു നിലപാടാണ് ഏറ്റവും വലിയ അനുഗ്രഹമായി നിൽക്കുന്നത്. എത്ര തന്നെ ഫംഗ്ഷൻ ഉണ്ടായാലും ആഘോഷങ്ങളുണ്ടായാലും വീട്ടിൽ കുടുംബ പ്രാർത്ഥനയില്ലാതെ കുരിശു വരയ്ക്കാതെ നമുക്ക് മറ്റൊരു പരിപാടി ഇല്ല എന്ന് മക്കളുടെ തന്നെ നിലപാടിലേക്ക് എത്തണമെങ്കിൽ അവർ അത്രമാത്രം ജീവിതത്തിൽ ഉടമ്പടി ഒരു ജീവിതക്രമമായി സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ അടയാളമാണ് ഇന്ന് റീനമ്മ ഇവിടെ ഏറ്റു പറയുന്നത്. ജീവിതത്തിൽ അനുഭവിക്കാവുന്ന ഏറ്റവും വലിയ സമാധാനവും ആനന്ദവും അതുതന്നെയാണ്. സമാനമായ പ്രതിസന്ധികൾ, ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, വീടില്ലാതെ വിഷമിക്കുന്നവർ എല്ലാവരുടെയും നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് റീനമ്മയ്ക്കും കുടുംബത്തിനും ലഭിച്ച കൃപാസനത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തിയ മാതാവിനും മാതാവിനും ഈശോയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി പറയണം. എൻ്റെ പേര് ശാലോ മരിയ. ഞാൻ വരുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കറുകുറ്റി ഫൊറോനിൽ പെടുന്ന സെൻറ്റ് മദർ തെരേസ ചർച്ച് പന്തക്കലിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല. ഇവിടെ വന്ന് ജർമ്മൻ പരീക്ഷ എഴുതണതിന് മുന്നേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകണം, അത്ര ഉണ്ടായുള്ളൂ. അന്നേരം അമ്മയുടെ അപ്പച്ചൻ്റെ നിർബന്ധപ്രകാരമാണ് ഞാൻ ഉടമ്പടി എടുക്കണം. ഉടമ്പടി എടുക്കുമ്പോഴും 90 ദിവസം അത് കഴിഞ്ഞ് ഈ പരിപാടി നിർത്താം, 90 ദിവസത്തേക്ക് വേണ്ടി മാത്രം എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാന്നുള്ള രീതിയിലാണ് വന്നത്. 90 ദിവസം ഉടമ്പടി എടുത്തു, എക്സാം എഴുതി. ഒരാഴ്ച മുന്നേ ഉടമ്പടി എടുത്ത് അത് കഴിഞ്ഞ് എക്സാം എഴുതാൻ പോയി. എക്സാം എഴുതി 3 മൊഡ്യൂൾ പാസ്സായി. അപ്പോഴും ഒരു മൊഡ്യൂൾ ഞാൻ പാസ്സായില്ല. സ്പീക്കിംഗ് എക്സാം ഞാൻ തോറ്റുപോയി. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ നല്ലോണം പ്രിപ്പയർ ആയിരുന്നു, എന്നിട്ടും തോറ്റുപോയി. അപ്പോൾ ഈ 3 മൊഡ്യൂൾ ജയിച്ചതിൻ്റെ നന്ദി പറയണേക്കാളും കൂടുതൽ എനിക്ക് എന്തുകൊണ്ട് ആ ഒരു മൊഡ്യൂൾ യേശു തന്നില്ല എന്നായിരുന്നു എൻ്റെ ചോദ്യം മൊത്തം. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ സെപ്റ്റംബറിൽ എക്സാമിന് ഡേറ്റ് എടുത്തു. സെപ്റ്റംബറിലാണ് എനിക്ക് കിട്ടിയത്. സെപ്റ്റംബറിൽ കൊൽക്കട്ടയിൽ ഡേറ്റ് എടുത്തു. എന്നാൽ കൊൽക്കട്ട വരെ ഞങ്ങൾ പോയി, എക്സാം എഴുതി. തലേ ദിവസം വരെ ഒരു ദിവസം മുന്നേ ചെന്നു, അന്ന് വരെ എക്സാം എഴുതി പിള്ളേർ. അത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം 10 മണി വരെ കുഴപ്പമുണ്ടായില്ല. 11 മണിയായപ്പോൾ തുടങ്ങി മഴ പെയ്ത് രാവിലെ ആയപ്പോൾ അവിടെ വെള്ളപ്പൊക്കമായി. എക്സാം എഴുതാൻ എക്സാം സെൻറ്റർ വരെ ഞങ്ങൾ ആ വെള്ളത്തിൽ പോയി. എന്നിട്ടും അവിടെ എക്സാം മാറ്റി വെച്ചു. ഞങ്ങൾക്ക് എഴുതാൻ പറ്റിയില്ല. എല്ലാവരും തിരിച്ചു വരേണ്ടി വന്നു. ഒക്ടോബറിലേക്ക് മാറ്റി. ഒക്ടോബറിൽ ഞാൻ ഓൾറെഡി ബാംഗ്ലൂർ ഡേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാംഗ്ലൂർ എക്സാം എഴുതണ കാരണം ഇവിടെ പോയില്ല. ഇവിടുത്തെ എക്സാം ക്യാൻസൽ ചെയ്ത് ബാംഗ്ലൂർ എക്സാം എഴുതി. ബാംഗ്ലൂർ എക്സാമിലും ഞാൻ ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ ഞാൻ പ്രിപ്പയർ ആയിരുന്നത്.
ഓൺലൈൻ ക്ലാസ്സും എല്ലാം കൊണ്ട് ഞാൻ നല്ല രീതിയിൽ പ്രിപ്പയർ ആയിരുന്നു, നല്ലോണം പഠിച്ചു, നല്ല കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക്. എക്സാം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും ഫുൾ കോൺഫിഡൻസിലാണ് ഞാൻ ഇറങ്ങണേ. ഈ പ്രാവശ്യം എന്തായാലും ഞാൻ ജയിക്കും. അവർ ചോദിച്ച എല്ലാ ചോദ്യത്തിനും ഞാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അവർ പാർട്ട്ണർ ചോദിച്ചതും എക്സാമിനോട് ചോദിച്ചതും ഒക്കെ ഞാൻ ഉത്തരം പറഞ്ഞു, നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തു. എന്തായാലും ഞാൻ ജയിക്കും, ഉറപ്പാണ്. പിന്നെ ഒക്ടോബർ മാസം ഉടമ്പടി എടുത്തേക്കണം. പിന്നെ അത് കഴിഞ്ഞാണ് ജപമാല റാലി വന്നത്. ജപമാല റാലിക്ക് പോണതിന് മുന്നേ എക്സാമിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു. ഞാൻ റിസൾട്ട് നോക്കിയില്ല. എന്തായാലും ജപമാല റാലിക്ക് പോണതിന് മുന്നാണല്ലോ വന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ജയിച്ചു, ഉറപ്പാണ്. ഞാൻ ജപമാല റാലിക്ക് മൊത്തം എക്സാം പാസ്സായി എന്ന് പറഞ്ഞ്, പാസ്സായതിന് നന്ദി പറഞ്ഞാണ് ഞാൻ ജപമാല റാലി എത്തിച്ചതൊക്കെ. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ റിസൾട്ട് ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല, എനിക്ക് ഏജൻറ്റാണ് നോക്കി തന്നെ. അന്നേരം ഏജൻറ്റ് നോക്കിയിട്ട് എനിക്ക് അയച്ചു തന്നപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഞാൻ തോറ്റു. ഞാൻ ഏജൻറ്റിനോട് ചോദിച്ചത് എൻ്റെ റിസൾട്ടാണോ? ഏജൻറ്റ് അത് കഴിഞ്ഞ് എൻ്റെ ഡീറ്റെയിൽസും കൂടിയുള്ള ഇത് സ്ക്രീൻഷോട്ട് അയച്ചു തന്നു, ഇത് നിൻ്റെ തന്നെ റിസൾട്ടാണ് എന്ന് പറഞ്ഞു. ഞാൻ തോറ്റു. എനിക്ക് ഭയങ്കര വിഷമമായി. ജപമാല റാലിയിലെ ക്ഷീണത്തെക്കാളും ക്ഷീണമായിരുന്നു, ഭയങ്കര വിഷമമായി. അന്നും ഞാൻ ഈശോയോടും മാതാവിനോടും ചോദിച്ചത്, ഞാൻ ഇതിൽ കൂടുതൽ എന്താ ചെയ്യേണ്ടത്? ഇത്രയൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടും, ഇത്ര ഞാൻ കഷ്ടപ്പെട്ടിട്ടും ഞാൻ ജയിച്ചില്ല. ഇതിൽ കൂടുതൽ എങ്ങനെ ഞാൻ പ്രിപ്പയർ ചെയ്യുക? എനിക്ക് എന്നിലുള്ള എൻ്റെ പ്രതീക്ഷയൊക്കെ എനിക്ക് പോയി. എനിക്കിനൊരു മെറിറ്റും ഇല്ല. എൻ്റെ പഠിക്കാനുള്ള ഇൻട്രസ്റ്റേ പോയി അതോടുകൂടി. അന്ന് കുറേ കരഞ്ഞു. അതുപോലെ തന്നെ അന്നത്തെ സായന പ്രാർത്ഥന ചൊല്ലിയില്ല, പിറ്റേ ദിവസം പള്ളിയിലും പോയില്ല. അത് കഴിഞ്ഞ് പിന്നെ മാതാവായിട്ട് എന്നെ തോന്നിച്ചതായിരിക്കാം, എന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ട്, അതെൻ്റെ നാശത്തിനായിരിക്കില്ല, എന്തായാലും നാശത്തിനായിരിക്കില്ല, എൻ്റെ നന്മയ്ക്കാന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് തന്നെ വീണ്ടും ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഇവിടെ വന്നു. ഉടമ്പടി പുതുക്കി കാര്യങ്ങളൊക്കെ ചെയ്യണ്ടായിരുന്നു. എന്നിട്ടും എനിക്ക് ഡേറ്റ് ഇടണ്ടായില്ല. മെയിൻ പ്രശ്നം അതായിരുന്നു, എനിക്ക് എക്സാമിന് ഡേറ്റ് ഇടണ്ടായില്ല. ഡിസംബർ 7 ഇവിടെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ ദിവസം വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പാസ്പോർട്ടും കൊണ്ട് വന്നേ. പാസ്പോർട്ട് ഞാൻ ഈശോയുടെ മാതാവിൻ്റെ നടയിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു നിയോഗം ഉണ്ടായുള്ളൂ, എൻ്റെ ഈ പാസ്പോർട്ടിൽ വിസ അടിച്ച് തരണം, അത് ഈശോയും മാതാവായിട്ട് മതി. എൻ്റെ ഏജൻറ്റും എൻ്റെ ഏജൻസിയും ഈശോയും മാതാവാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് ഇവിടുന്ന് പോയി. ജാനുവരി ആയിക്കഴിഞ്ഞപ്പോൾ ഞാനൊരു ഏജൻസിയിലും കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചില്ലായിരുന്നു. എൻ്റെ ആൻറ്റി വഴി ഒരു ഏജൻസിയുടെ നമ്പർ തന്നു, അവരെ കോൺടാക്റ്റ് ചെയ്തു. അവർ 3 മൊഡ്യൂൾ വെച്ച് പേപ്പർ വർക്ക് ചെയ്യാൻ ഓക്കെയാന്ന് പറഞ്ഞു. അങ്ങനെ പേപ്പർ വർക്ക് തുടങ്ങി, എല്ലാം കൊടുത്തിട്ടു. അത് കഴിഞ്ഞ് അപ്പോഴും പ്രാർത്ഥന ഒന്നുള്ളൂ, എക്സാം ആ ഒരു മൊഡ്യൂൾ പാസ്സാവണം, 4 മൊഡ്യൂളായിട്ട് ജർമ്മനി പോകണം, അങ്ങനെയായിരുന്നു. അന്നേരം എക്സാമിൻ്റെ ഡേറ്റ് അപ്പോഴും കിട്ടിയിട്ടില്ല. ഫെബ്രുവരി ആയപ്പോൾ എനിക്ക് ഏജൻസിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ഹോസ്പിറ്റലിൻ്റെ, അറ്റൻഡ് ചെയ്യും, 3 മൊഡ്യൂൾ അവർക്ക് ഓക്കെയാന്ന് പറഞ്ഞു. അന്നേരം ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പോഴും സ്പ്രഹൻ എക്സാം സ്പീക്കിംഗ് എക്സാം പാസ്സാവാത്ത ഞാനെങ്ങനെ ഇൻ്റർവ്യൂ പാസ്സാവും? അതായിരുന്നു അടുത്ത ചോദ്യം എൻ്റെ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഉടമ്പടി വസ്തുക്കളായ നേർച്ച വസ്തുക്കളും ഒക്കെ കൊണ്ടാണ് പോയത്. ഒരു കയ്യിൽ കൊന്തയും ഒരു കയ്യിൽ കാശുരൂപം പിടിച്ചാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ഓൺലൈനായിരുന്നു ഇൻ്റർവ്യൂ. എൻ്റെ എംപ്ലോയർ എന്നോടൊരു ചോദ്യം ചോദിച്ചില്ല. എൻ്റെ അടുത്ത് ചോദിച്ചതൊക്കെ എൻ്റെ ഏജൻസിയുടെ റെപ്രസെൻറ്റേറ്റീവാണ്. ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ ഉത്തരം പറഞ്ഞു. അവിടെയും ഞാൻ പറഞ്ഞു എനിക്ക് ഡേറ്റ് കിട്ടണില്ല, ഒരു മൊഡ്യൂൾ ഞാൻ എക്സാം പാസ്സായിട്ടില്ല എന്നുള്ള കഥയൊക്കെ. അത് കഴിഞ്ഞ് റിസൾട്ട് അറിയണില്ല. സാധാരണ ഇൻ്റർവ്യൂ റിസൾട്ടൊക്കെ 1-2 ദിവസം, കൂടി വന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ അറിയും. എൻ്റെ റിസൾട്ട് അറിയണില്ല. ഒരാഴ്ച കഴിഞ്ഞു. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ടെൻഷൻ അടിച്ച് ഈ രാവിലത്തെ അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയുടെ സമയത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് എന്നെ കൃത്യം അച്ഛൻ പറഞ്ഞു, 7 ദിവസത്തിനുള്ളിൽ 7-ാം തീയതി ഡേറ്റ് കാണിക്കേണ്ടത്, 7-ന് തീരുമാനമാവും, നിങ്ങൾ വിഷമിക്കുന്ന കാര്യമൊന്നും. കൃത്യം 27-ാം തീയതി എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി. അങ്ങനെ ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞ് പിന്നത്തെ പ്രശ്നം കോൺട്രാക്റ്റാണ്. അപ്പോൾ ഞാൻ ചോദിച്ചവരൊക്കെ പറഞ്ഞു, ഇൻ്റർവ്യൂ ഒക്കെ എല്ലാവരും പാസ്സാവും, കോൺട്രാക്റ്റാണ് കിട്ടാത്തത്, കോൺട്രാക്റ്റ് കിട്ടിയില്ലെങ്കിൽ ഒന്നും നടക്കില്ല കേട്ടോ എന്ന് പറഞ്ഞു. പിന്നത്തെ ടെൻഷൻ മൊത്തം കോൺട്രാക്റ്റായി. കോൺട്രാക്റ്റ് വരാനും വൈകി. ആദ്യം വന്നു എന്ന് പറഞ്ഞ് അവർ വിളിച്ചെങ്കിലും പിന്നെ അവർ പറഞ്ഞു ഇപ്പോൾ വരണ്ട, കുറച്ച് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഞാനിങ്ങനെ എല്ലാ ദിവസവും ഡെയിലി ബ്രെഡിൽ പ്രാർത്ഥിക്കും. ഒരു ദിവസം പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ഒരാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമാവട്ടെ, നിങ്ങൾ വിഷമിക്കണ കാര്യമെന്ന്.
കൃത്യം ഒരാഴ്ച തീരണതിന് മുന്നേ എനിക്ക് ഏജൻസിയിൽ നിന്ന് വിളി വന്നു, കോൺട്രാക്റ്റ് വന്ന് സൈൻ ചെയ്തോളാൻ. കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. അപ്പോഴും എൻ്റെ ആ ഒരു മൊഡ്യൂളിൻ്റെ ഡേറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. മെയ് 15-ാം തീയതി ആയി. മെയ് 15-ാം തീയതിക്ക് ഡേറ്റ് എടുക്കാൻ വേണ്ടി ഞാൻ കൊടുത്തു. 15 അല്ലെങ്കിൽ 14 ഡേറ്റ് അങ്ങനെയായിരുന്നു. ഞാൻ രണ്ടാമത് വന്ന് ഉടമ്പടി പുതുക്കി. ഇവിടെ വന്ന് പുതുക്കിയിട്ട് പോകുമ്പോൾ നിയോഗത്തിൽ അത്രയും നാളും എൻ്റെ കഴിവുകൊണ്ട് ഞാൻ ജയിക്കുമെന്ന് വെച്ച് ഉടമ്പടിയിൽ എക്സാം പാസ്സാവണ കാര്യമൊന്നും ഞാൻ വെച്ചിട്ടുണ്ടായില്ല. പിന്നത്തെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ മെയ് 15-ന് എഴുതണ എക്സാം പാസ്സാവണമെന്ന് ഞാൻ വെച്ചു. അപ്പോൾ ഡേറ്റ് കൺഫേം അല്ലായിരുന്നു, എന്നാലും ഞാൻ വെച്ചു 15-ന്ന്. അന്ന് വൈകുന്നേരം വീട്ടിൽ ചെന്നപ്പോഴേക്കും എനിക്ക് മെയിൽ വന്നു 15-ാം തീയതി എക്സാം കൊച്ചിയിൽ വെച്ച്. അങ്ങനെ ആ എക്സാം പിന്നെ വീണ്ടും വന്ന് ഹോൾ ടിക്കറ്റ് കൊണ്ടുവന്ന് ഞാൻ ഇവിടെ അച്ഛൻ്റെ നിന്ന് ബ്ലെസ്സിങ് വാങ്ങാൻ വേണ്ടി കൊണ്ടുവന്നു. ഹോൾ ടിക്കറ്റും പിന്നെ ഞങ്ങളൊരു 3 വർഷം 2023 കുറച്ച് പൈസ ഒരു ഏജൻസി കൊടുത്തിട്ടായിരുന്നു. അതിന് ഇപ്പോൾ 26 ഒരു തീരുമാനമില്ല, പ്രോസസ്സിങ് നടക്കുന്നില്ല, പൈസയും കിട്ടണില്ല, അങ്ങനത്തെ അവസ്ഥയായിരുന്നു. അപ്പോൾ അതിൻ്റെ ബില്ലടച്ചതിൻ്റെ അതിൻ്റെ ക്യാഷ് അയച്ചതിൻ്റെ റെസിപ്റ്റ് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. ആ റെസിപ്റ്റ് ഞാൻ ഇതിൻ്റെ കൂടെ വെച്ച് അച്ഛനന്ന് അച്ഛൻ്റെ നിന്ന് ബ്ലെസ്സിങ് വാങ്ങാൻ വന്നപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ വെച്ചായിരുന്നു. അച്ഛൻ മാതാവിൻ്റെ അടുത്ത് ഈശോയുടെ അടുത്തൊക്കെ കൊണ്ട് വെച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് അച്ഛൻ ഇതുപോലെ ഡെയിലി ബ്രെഡി പറഞ്ഞു, 40 ദിവസത്തിനുള്ളിൽ നിങ്ങൾ വിഷമിക്കണ കാശിൻ്റെ കാര്യത്തിൽ തീരുമാനമാവുമെന്ന്. 40 ദിവസം 3 വർഷമായിട്ട് ഒരു തീരുമാനമാവാത്ത കാര്യം 40 ദിവസത്തിനുള്ളിൽ തീരുമാനമാക്കി തന്നു. ഞങ്ങൾക്ക് ആ കാശ് തിരിച്ച് കിട്ടി മൊത്തമായിട്ട്. അതുപോലെ തന്നെ മെയ് 15-ൻ്റെ എക്സാം എഴുതാൻ പോയപ്പോഴും ഞാനിവിടെ വന്ന് ജർമ്മൻ കൃപാസനത്തിൻ്റെ പത്രം വാങ്ങിച്ചുകൊണ്ടാണ് പോയേ. ആ പത്രം കൊണ്ട് എക്സാം സെൻറ്ററിൽ വന്ന പിള്ളേർക്കൊക്കെ കൊടുത്തു. സാധാരണ എക്സാമിന് കയറണതിന് എക്സാമിൻ്റെ ആ പുറത്ത് വെയിറ്റ് ചെയ്യുന്ന ടൈമിലൊക്കെ എക്സാം ടോപ്പിക്കുകളെ കുറിച്ച് മാത്രം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഞാനായിട്ടല്ല പിള്ളേരായിട്ട് എൻ്റെ അടുത്ത് പത്രം കൊടുത്ത് തന്നെ മാതാവിൻ്റെ കാര്യവും കൃപാസനത്തിൻ്റെ കാര്യമൊക്കെ ചോദിക്കാൻ തുടങ്ങി. എക്സാമിന് കാരണം വരെ മാതാവിൻ്റെയും കൃപാസനത്തിൻ്റെ കാര്യമൊക്കെ ഞാൻ അവിടെ ഇരുന്ന് അവരോട് സംസാരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് എക്സാമിന് കയറുമ്പോഴും എൻ്റെ പാർട്ണർ എന്നോട് പറഞ്ഞു, ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ പറഞ്ഞു ഞാനും ഒന്നും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കയറി. എക്സാമിന് ടോപ്പിക്ക് കിട്ടി. ഫസ്റ്റത്തെ ടോപ്പിക്ക് കുഴപ്പമില്ല, സെക്കൻഡ് ടോപ്പിക്ക് എനിക്കൊന്നും അറിയില്ല. എനിക്കതിനെക്കുറിച്ച് വലിയ പിടിയില്ല. ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ പ്രിപ്പയർ ആയിരുന്നില്ല ടോപ്പിക്ക്. അപ്പോൾ ഞാൻ വെച്ചാൽ എന്തായാലും ഇനിയിപ്പോൾ തീരുമാനമായി ഈ കാര്യത്തിലും. എന്നിട്ട് എൻ്റെ കയ്യിൽ കൃപാസനത്തിൻ്റെ ഉപ്പ് ഉണ്ടായിരുന്നു. ആ ഉപ്പ് ഞാൻ ആ പേപ്പറിലിട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഇനി എൻ്റെ മെറിറ്റിലൊന്നും നടക്കില്ല, മാതാവിൻ്റെ മെറിറ്റിലാണ് നടക്കുള്ളൂ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എക്സാം അറ്റൻഡ് ചെയ്തു. എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴും സാധാരണ ഫോളോ ചെയ്യുന്ന സ്ട്രക്ചർ ഒന്നും ഞാൻ ഫോളോ ചെയ്തിട്ടില്ല. ഡിസ്കഷൻ ആണെങ്കിൽ ഏറ്റവും അലമ്പായിട്ട് ചെയ്തത്. ഞാനും എൻ്റെ പാർട്ട്ണറും അലമ്പായിരുന്നു. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം എന്തായാലും പൊട്ടുമെന്ന് ഉറപ്പായി. ഇതുവരെ ചെയ്തതിൽ ഏറ്റവും അലമ്പ് എക്സാം. നല്ലോണം ചെയ്തിട്ട് ജയിക്കാത്ത ഞാനാണ് ഇനി ഇങ്ങനെ ചെയ്താൽ ജയിക്കണേ, അതായിരുന്നു എൻ്റെ ഇത്. അതും കൊണ്ട് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു, ഇനി ഞാൻ എക്സാം എഴുതില്ല കേട്ടോ, ഇനി എനിക്ക് വയ്യ നാണം കെടാൻ, ഇനി ഞാൻ എക്സാം എഴുതില്ല. 3ാമത്തെ പ്രാവശ്യമാണ്, ഈ പ്രാവശ്യം ജയിപ്പിക്കണേ ജയിപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ എനിക്ക് ജയിക്കണ്ട, മാതാവായിട്ട് ജയിപ്പിച്ചാൽ മതി. അങ്ങനെയായിരുന്നു എൻ്റെ പ്രാർത്ഥന. അതുപോലെ തന്നെ പിന്നെ എക്സാമിൻ്റെ റിസൾട്ട് വരെ 45 ദിവസം എടുക്കും കൊച്ചിയിൽ. അപ്പോഴേക്കും ഞങ്ങൾക്ക് BFSന് ഡേറ്റ് എടുത്തു. ഫസ്റ്റ് ഡേറ്റ് എടുത്തു. ഡേറ്റ് കിട്ടിയപ്പോൾ സമാധാനിച്ചു. എല്ലാവർക്കും ഡേറ്റ് കിട്ടാതിരിക്കുന്നതാണ് പ്രശ്നം, എനിക്ക് ഡേറ്റ് കിട്ടിയില്ലോന്ന്. അപ്പോൾ കാറ്റഗറി മാറിപ്പോയി. മെയ് വരെ ആ കാറ്റഗറിയിൽ നഴ്സുമാർക്കും നഴ്സിംഗ് പഠിക്കുന്ന പിള്ളേർക്കും പോയായിരുന്നു. മെയ് കഴിഞ്ഞ് എനിക്ക് ജൂണിലാണ് ഡേറ്റ് എടുത്തേക്കണേ. ജൂൺ ആയപ്പോഴേക്കും ആ കാറ്റഗറിയിൽ നഴ്സിംഗ് ജോലി ചെയ്യാൻ മാത്രം പോകാൻ ആയി. അപ്പോൾ പിന്നെ ആ ഡേറ്റ് പോയി. പിന്നെ വീണ്ടും ജൂൺ 15-ാം തീയതിക്ക് BFSന് ഡേറ്റ് എടുത്തു. ബാംഗ്ലൂർ എടുത്തു കിട്ടി. അപ്പോഴും എൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. 4 മൊഡ്യൂളായിട്ട് VFSൽ പോകണമെന്നായിരുന്നു. VFS ഓഫീസിൽ ജർമ്മന് റിജക്ഷൻ എപ്പോഴും ഉള്ളതാണ്. പിന്നെ 4 മൊഡ്യൂൾ ഉള്ളവർ വരെ വെറുതെ ഇരിക്കുന്നു, അവർക്ക് വരെ റിജക്ഷൻ കിട്ടിയിരിക്കണം. അപ്പം ഞാൻ ഈ 3 മൊഡ്യൂളും വെച്ചുകൊണ്ട് എങ്ങനെ എന്നായിരുന്നു എൻ്റെ ചിന്ത. പക്ഷേ അന്ന് ഞാൻ എൻ്റെ കയ്യിൽ കൊന്തയും കാശുരൂപമായിട്ടാണ് ഞാൻ VFS ഓഫീസിൽ പോയത്. അവിടെ ചെന്ന് ടെൻഷൻ അടിച്ചിട്ട് കൊന്ത ചൊല്ലാൻ പോയിട്ട് എനിക്ക് മിണ്ടാൻ പോലും പറ്റുന്നുണ്ടായില്ല. എനിക്ക് എൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ ഫോണിൽ അടിച്ചെന്ന് അവിടെ ഓഫീസിലിരിക്കുന്ന ഒരു ചേച്ചിയാണ്. അത്രയും കൈ വറച്ച് അതുമാതിരി ഞാൻ ഇരുന്നേ. ആ ചേച്ചി പക്ഷേ എന്നോടൊന്നും സംസാരിക്കണ്ടായില്ല. പക്ഷെ എൻ്റെ ഡീറ്റെയിൽസ് അടിച്ചിട്ട് എന്നോട് ചോദിച്ചു ഇതൊക്കെ ശരിയല്ലേ എന്ന്. ഓക്കെ എന്ന് പറഞ്ഞു. അന്ന് അത് കഴിഞ്ഞ് പിന്നെ 29-ാം തീയതി എനിക്ക് മെയിൽ വന്നു. എക്സാമിൻ്റെ ആദ്യം വന്നേ. എക്സാമിൻ്റെ എനിക്ക് റിസൾട്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മെയിൽ ആദ്യം വന്നേ. അപ്പോൾ ഞാൻ സാധാരണ കൊച്ചിയിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്തു എന്ന് പറഞ്ഞാണ് വരാറ്. ഇതെന്ത് ഇങ്ങനെ വന്നേ? അപ്പോൾ ഞാൻ അടുത്തുള്ള കൊച്ചിനോട് ചോദിച്ച് പറഞ്ഞു, എടി ഇത് നീ പാസ്സായിട്ടുണ്ടാവും, അതായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ റിസൾട്ടിൻ്റെ ഇത് വന്നു, ചെക്ക് ചെയ്തു.
4 മൊഡ്യൂളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്ക് സ്പീക്കിങ്ങിനാണ്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഞാൻ 3 പ്രാവശ്യം ഞാൻ എക്സാം ചെയ്തത് സ്പീക്കിംഗ് ആണ്. ഒട്ടും പ്രിപ്പയർ ചെയ്യാണ്ട് എഴുതിയ എക്സാമിനും ആണ് എനിക്ക് മാർക്ക് കൂടുതൽ. അതുപോലെ തന്നെ VFSൻ്റെ മെസ്സേജ് വന്നു, വിസ ഡിസ്പാച്ച് ആയിട്ടുണ്ട്. എനിക്ക് ജൂലൈ 1-ാം തീയതി എൻ്റെ കയ്യിൽ വിസ കിട്ടി. എനിക്ക് സെപ്റ്റംബറിൽ ഇൻടേക്കിൽ പോകാം ജർമ്മനിക്ക്. എനിക്ക് ഇത്രയും അനുഗ്രഹമൊക്കെ തന്ന മാതാവിനും ഈശോയ്ക്ക് 1000 നന്ദി. പിന്നെ കാരുണ്യപ്രവർത്തിയിലായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പോകാറുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഞങ്ങളുടെ അവിടെയുള്ളൊരു ഓൾഡ് ഏജ് ഹോമിൽ പോവും. അവിടെ ചെന്ന് രാവിലെ പോയി അവരുടെ ഡെയിലി റൊട്ടീൻസൊക്കെ ചെയ്യാൻ അവരെ സഹായിക്കും. പിന്നെ അവർക്ക് ഫുഡൊക്കെ കൊടുക്കുക, അവരോട് വർത്തമാനം പറയാം. അങ്ങനെയായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ആദ്യമൊന്നും എനിക്ക് അതിനെക്കുറിച്ച് വലിയ പിടി ഉണ്ടായില്ല. ഇവിടെ ഉടമ്പടി എടുത്തിട്ട് പോകുമ്പോൾ ഞങ്ങൾ ബസ്സിൽ പോകുമ്പോൾ ബസ്സിൽ ഈ പത്രം കണ്ട് ചോദിച്ച ചേച്ചിമാർക്ക് മാത്രമേ ഞങ്ങൾ പത്രം കൊടുത്തുള്ളായിരുന്നു. അത്രയും പോലും അറിയില്ലായിരുന്നു ഇതിനെക്കുറിച്ച്. പിന്നെ ഞാൻ ഇവിടെ വരുമ്പോൾ എപ്പോഴും പത്രം വാങ്ങിക്കൊണ്ട് പോകും, കാണുന്നവർക്കൊക്കെ കൊടുക്കും. ജർമ്മൻ്റെ പത്രം വരെ ഞാനിപ്പം കൊടുത്തു. പിന്നെ ആത്മീയ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ വളർച്ച, പള്ളിയിൽ എങ്ങനെ പള്ളിയിൽ പോകാണ്ടിരിക്കാം, എങ്ങനെ കുർബാന ചൊല്ലാണ്ടിരിക്കാം എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. മടിയായിരുന്നു ചെയ്യാനായിട്ട്. കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാനും കുർബാനയ്ക്ക് പോകാനൊക്കെ ആയിട്ട് ഓരോ ഉഡായിപ്പ് കണ്ടുപിടിക്കും പോകാണ്ടിരിക്കാനായിട്ട്. പക്ഷെ ഇപ്പോൾ ഒരു ദിവസം പോലും മുടങ്ങാണ്ട് പോകാൻ ഞാൻ ശ്രമിച്ചു തുടങ്ങി. ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെയില്ലെങ്കിൽ ഞാൻ പള്ളിയിൽ കുർബാനയ്ക്ക് പോകും, വീട്ടിൽ പ്രാർത്ഥന എത്തിക്കും എല്ലാം. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, പ്രശ്നങ്ങൾ വരും. ഉടമ്പടി എടുത്തു എന്ന് വെച്ച് പ്രശ്നം ഉണ്ടാവില്ല എന്ന് ആരും വിചാരിക്കേണ്ട. എൻ്റെ ചിന്ത അങ്ങനെയായിരുന്നു, ഉടമ്പടി എടുത്താൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒക്കെ സെറ്റാണ്. പക്ഷേ ഉടമ്പടി എടുത്താലും പ്രശ്നങ്ങളൊക്കെ വരും. പക്ഷെ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളതും മാതാവ് നമുക്ക് കാണിച്ചു തരും. നമ്മുടെ കൂടെ ഉണ്ടാവും മാതാവ്. ദൈവം നമുക്ക് താങ്ങാൻ പറ്റുന്ന കുരിശേ നമുക്ക് തരുള്ളൂ, അത് ഉറപ്പാണ്. എൻ്റെ കാര്യത്തിൽ അത് എനിക്ക് ഏറ്റവും നല്ലോണം പറയാൻ പറ്റും. കാരണം എൻ്റെ കാര്യത്തിൽ ഒന്നൊഴിയാത്ത പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ ആ പ്രശ്നങ്ങളൊക്കെ മാറ്റി ഇന്ന് എൻ്റെ മാതാവ് എന്നെ ഇവിടെ കൊണ്ട് നിർത്തി. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്നുള്ളത്. ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്തെന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. പ്രഭാഷകൻ്റെ പുസ്തകം 51-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ. അങ്ങയുടെ നാമം ഞാൻ നിരന്തരം പ്രകീർത്തിക്കും, അങ്ങയ്ക്ക് ഞാൻ കൃതജ്ഞതാ സ്തോത്രങ്ങൾ ആലപിക്കും. എൻ്റെ പ്രാർത്ഥന അവിടുന്ന് ശ്രവിച്ചു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ശാലോ മരിയ അങ്കമാലി തൻ്റെ അനുഭവസാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഉടമ്പെടുക്കാനുണ്ടായ കാരണം അത് വീട്ടുകാരുടെ നിർബന്ധത്തോടെയാണെങ്കിലും അത് വന്നെടുക്കുമെങ്കിലും മനസ്സിലുണ്ടായിരുന്ന തീരുമാനം എന്ന് പറയുക 90 ദിവസത്തിന് ശേഷം ഈ പരിപാടി എങ്ങനെയെങ്കിലൊക്കെ തീർക്കാമെന്നുള്ളതായിരുന്നു. എന്നാൽ തുടർന്ന് മുമ്പോട്ടുള്ള ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും ഈ പ്രാർത്ഥനാ പദ്ധതിയെ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു മാതൃകയായിട്ട് മാറ്റുന്നത് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. കാരണം തൻ്റെ തന്നെ മെറിറ്റിൽ ആശ്രയിക്കുമ്പോൾ അത് ഉണ്ടാകുന്ന വീഴ്ചകൾ നമുക്ക് ശാലോമിൻ്റെ വാക്കിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. കാരണം ഒത്തിരിയേറെ പ്രിപ്പയർ ചെയ്ത് ഫുൾ കോൺഫിഡൻസ് ആയിട്ടൊക്കെ ചെല്ലുമ്പോഴും അതുണ്ടാകുന്ന തടസ്സങ്ങളൊക്കെ വളരെ പ്രയാസം നിറഞ്ഞു തന്നെയായിരുന്നു. അതിനുശേഷമാണെങ്കിൽ മുമ്പോട്ട് പോകുമ്പോൾ ഉടമ്പടി പുതുക്കുന്നത് ഒരു വളരെ വ്യത്യസ്തമായൊരു കാര്യം തന്നെ പറയുന്നുണ്ട്. ഒന്നാമത്തെ പുതുക്കലിന് ശേഷം ഉണ്ടായ തടസ്സങ്ങൾ മാറുകയും അതുപോലെ തന്നെ രണ്ടാമത്തെ പുതുക്കലിന് ശേഷമാണെങ്കിലും തടസ്സങ്ങളൊക്കെ ഇങ്ങനെ മാറുകയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ഈ മകളുടെ വാക്കിൽ നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ചില ഘട്ടങ്ങളെയൊക്കെ നമ്മൾ തരണം ചെയ്ത് മുമ്പോട്ട് പോകണമെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് പുതുക്കലേണ്ട ഒരു ആവശ്യം. അതുകൊണ്ടാണ് ഉടമ്പടിയിൽ നമ്മൾ ചെയ്യുക. ഉടമ്പടി പുതുക്കി കഴിയുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ നിരവധിയായ മാർഗങ്ങൾ നമുക്ക് കാട്ടിത്തരികയൊക്കെ ചെയ്യും. അതോടൊപ്പം തന്നെ ഇൻ്റർവ്യൂ ഒക്കെ പാസ്സാവുന്ന സമയത്താണെങ്കിലും കടന്നു പോകുന്ന ഘട്ടങ്ങളിലാണെങ്കിലും അത് തൻ്റെ കയ്യിലൊന്നും നിൽക്കത്തില്ല എന്നുള്ളൊരു പൂർണ്ണ ബോധ്യത്തിൽ പരിശുദ്ധ അമ്മയോട് പൂർണ്ണമായിട്ട് ആശ്രയിച്ചുകൊണ്ട് അവിടുത്തെ കൃപയിൽ മാത്രമേ എനിക്കിത് ലഭിക്കുന്നുള്ളൊരു ഉറച്ച വിശ്വാസം തന്നെയാണ് ഈ മകളെ മുമ്പോട്ട് പോകുവാനും ജർമ്മനിയിലൊക്കെ പാസ്സാകാനായിട്ട് വിസയൊക്കെ റെഡിയാകാനായിട്ടൊക്കെ സാധിക്കുകയും ചെയ്യുന്നത്. കാരണം ഓരോ ധ്യാനത്തിലൊക്കെ പങ്കെടുക്കുമ്പോഴാണെങ്കിലും അച്ഛൻ പറഞ്ഞ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഒരാഴ്ചക്കുള്ള തടസ്സങ്ങളൊക്കെ മാറുന്നു പറയുമ്പോഴും തൻ്റെ ജീവിതത്തിൽ അത് പൂർണ്ണമായിട്ടും പരിശുദ്ധ ഇടപെടലിലൂടെ അത് പൂർണ്ണമായിട്ടൊക്കെ മാറി ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം നിരവധിയായ തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ആ തടസ്സങ്ങളെയൊക്കെ പൂർണ്ണമായിട്ടും
തരണം ചെയ്യാനായിട്ട് ഈ മകളെ സഹായിക്കുക ചെയ്തത്. ഉടമ്പടി പൂർണ്ണമായിട്ടും എൻ്റെ ജീവിത മാർഗമാണെന്നും ആ മാർഗത്തിലൂടെ പൂർണ്ണമായിട്ട് ഞാൻ ചരിക്കണം എന്നുള്ള ഒരു ചിന്ത തന്നെയാണ് ഈ മകളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുവാനായിട്ട് പരിശുദ്ധ അമ്മ മാർഗം കാട്ടിക്കൊണ്ട് അനുഗ്രഹിക്കുക ചെയ്യുന്നത്. ഇനിയും മുമ്പോട്ടുള്ള ജീവിതത്തിൽ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഇനിയും ഈ മകളെ മാറ്റട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഈ അൾത്താരക്ക് മുമ്പിൽ നിരവധിയായ പ്രാർത്ഥനകളായിട്ടായിരിക്കുമ്പോൾ ഈ പ്രാർത്ഥനകളും ആവശ്യങ്ങളും നമ്മളെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് നമ്മളെയും ഉയർത്തട്ടെ എന്ന്. മേഴ്സി ബാബു, ഞാൻ തൊടുപുഴയിൽ നിന്ന് വരുന്നു. എൻ്റെ ഇടവക മാറിക ഇടവകയാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 13/2/2000 ആദ്യമായി ഉടമ്പടി എടുത്തത്. എൻ്റെ ഉടമ്പടിയിലെ ആദ്യത്തെ നിയോഗം എന്ന് പറയുന്നത് എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം കിട്ടണം, ഒരിക്കലും ആർക്കും വെളിപ്പെടാത്ത ഒരു അഭിഷേകം കിട്ടണമെന്നാണ് ഞാൻ ആദ്യം ഒന്ന് വെച്ചിരുന്നത്. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് കടബാധ്യതകളുണ്ടായിരുന്നു, സ്ഥലം വിൽക്കാനുണ്ടായിരുന്നു. ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടില്ല, 12 വർഷമായി ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നു. അപ്പോൾ എല്ലാം ഇങ്ങനെ പിന്നെ ഒരു 2 വ്യക്തികൾ ഞങ്ങൾക്ക് കുറച്ച് പൈസ തരാനുണ്ടായിരുന്നു, ആ പൈസ കിട്ടണം, ഇതൊക്കെയായിരുന്നു യോഗത്തിൽ വെച്ചിരുന്നത്. അപ്പോൾ ഉടമ്പടി എടുത്ത് 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും തരാനുള്ള ആൾ പൈസ തന്നു. പിന്നെ ഞങ്ങൾ വീടുണ്ടാക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ 1 വർഷത്തോളം ഞാനിവിടെ വന്നു 2019. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കോവിഡ് വന്നു കുറച്ച് നാളത്തേക്ക് പിന്നെ വരാൻ പറ്റിയില്ല. എന്നാലും പ്രാർത്ഥനയൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഞങ്ങൾക്ക് സ്ഥലമുണ്ട്, ഒരു വീട് പണി തുടങ്ങാമെന്ന് ഓർത്ത് 2021 വീട് പണി തുടങ്ങുന്നത്. വീട് പണി തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും മുടങ്ങി. വീണ്ടും മാതാവ് എന്നോട് പറയുന്ന പോലെ നീ കൃപാസനത്തിൽ പോകുന്നു പറയുമ്പോൾ തോന്നി. അതുപോലെ അപ്പോഴത്തേക്ക് എൻ്റെ ഉടമ്പടി പത്രിക കാണാതെ പോയിരുന്നു. അപ്പോൾ 2022 ഒക്ടോബർ മാസത്തിൽ വീണ്ടും ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് ആ കോവിഡിൻ്റെ സമയമൊക്കെ ആയതുകൊണ്ട് ഞാൻ കടയിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും പോകണ്ട. അപ്പോഴത്തേക്കും എനിക്ക് നല്ല ആത്മീയമായ മേഖലയിൽ വലിയൊരു ഉണർവ് കിട്ടി. എൻ്റെ അടുത്ത് തന്നെ എനിക്ക് വിശുദ്ധ കുർബാനയോട് ഭയങ്കര ഇഷ്ടം. എത്ര വിശുദ്ധ കുർബാന കൂടിയാലും മതിയാവില്ല. അപ്പോൾ ഞങ്ങളുടെ ഇടവപ്പള്ളി എന്ന് പറയുന്നത് മാറിക ഫൊറോന പള്ളിയാണ്. അവിടെ രാവിലെ 6:30 കുർബാന. അവിടെ ഞാൻ പോകും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഭർത്താവിന് ജോലിക്കൊക്കെ പറഞ്ഞു വിട്ട് കൊച്ചും പോയി കഴിഞ്ഞ് ഒരു മോളും പോയി കഴിയുമ്പോഴത്തേക്കും കൂത്താട്ടുകുളത്തുള്ള യൂദാശ്ലയുടെ ഒരു പള്ളിയുണ്ട്. അവിടെ ചൊവ്വാഴ്ച 5 കുർബാനയുണ്ട്. 5 കുർബാനയുണ്ടെങ്കിൽ ഞാൻ 10 മണിയുടെ കുർബാനയ്ക്ക് പോകും. അവിടെ ഇരുന്ന് വീണ്ടും 11:30 അടുത്ത കുർബാനയും കൂടും. അത് ഞാൻ തിരിച്ചു പോരും. വീണ്ടും വൈകുന്നേരം അടുത്തുള്ള അന്തോണീസ് പുണ്യാളുടെ ഒരു പള്ളിയുണ്ട്, അവിടെയും പോകും. 4 കുർബാന വരെ ഞാൻ കൂടുമായിരുന്നു. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഇഷ്ടമായിരുന്നു വിശുദ്ധ കുർബാന. അത് അതിൻ്റെ ആനന്ദം എന്നാണെന്ന് പറഞ്ഞറിയിക്കാൻ എനിക്കാവില്ല. ആരാധനയെ പങ്കെടുക്കാനും അതുപോലെ ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്ത് വീണ്ടും ഞങ്ങളുടെ വീട് പണി ആരംഭിച്ചപ്പോഴത്തേക്കും കുറേ ലോണൊക്കെ എടുത്താണ് വീട് പണി. സ്ഥലം വിറ്റ് പണിയാണ്ടിരുന്നത്, സ്ഥലമൊന്നും വിറ്റില്ല. അതിനുശേഷം ഞങ്ങൾ കുറേ പേര് ഇങ്ങോട്ട് വന്ന്, ആരോടും ഞാൻ പൈസ ചോദിക്കാറില്ല. മറ്റുള്ളവർക്ക് ഒരു വിഷമം കേൾക്കുമ്പോൾ മറ്റുള്ളവരെ എങ്ങനെയാണ് സഹായിക്കേണ്ടത്, അവരെങ്ങനെയാണ് രക്ഷപ്പെടുത്തിക്കൊണ്ട് വരേണ്ടതെന്നുള്ള ചിന്തകൾ ഞാൻ ഈശോട് പറയാമായിരുന്നു. ഞാൻ ആരുടെ മുമ്പിൽ ചെന്ന് പൈസ ചോദിക്കില്ല. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്കൊരു വീട് തന്നാൽ മതി. അപ്പോൾ എന്നെ അറിയുന്ന ചേച്ചിമാർ, എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ സഹായിച്ചു. അങ്ങനെ വീട് പണി പൂർത്തിയായി. 2023 ജനുവരിയിൽ ഞങ്ങളുടെ വീട് കയറി താമസിച്ചു. അപ്പോൾ പിന്നെ ഞങ്ങൾക്കൊരു കട മേടിച്ചു. അങ്ങനെ കുറച്ചുകൂടി ബാധ്യതകൾ കൂടി വന്നപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾക്ക് കൊടുക്കാനുള്ളവർക്കൊക്കെ പിന്നെ പൈസ കൊടുക്കണമല്ലോ. സ്ഥലമൊന്നും വിൽക്കാനായിട്ട് വീണ്ടും പറ്റിയില്ല. അപ്പോൾ പൈസ സൊസൈറ്റിയിൽ പൈസ അടയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ 3-4 വർഷമായിട്ട് സൊസൈറ്റിയിൽ ലോൺ പുതുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഈ 2026 മാർച്ച് 31 ലോൺ പുതുക്കിയില്ലേ ജപ്തിയാവുമെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് പൈസ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞാനിങ്ങനെ വിഷമിച്ചിരിക്കാം. മാതാവേ, എനിക്കൊരു സഹായം ആരും കൊണ്ട് തരുന്നില്ലല്ലോ. എൻ്റെ അടുത്ത് ആര് വന്ന് ചോദിച്ചാലും ഞാൻ ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ലല്ലോ. ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട്സ്, ഒരു ചേച്ചി, എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന എൻ്റെ ഒരു ചേച്ചി ഓടി എൻ്റെ അടുത്ത് വന്നിട്ട് മേസിക്ക് എത്ര രൂപ കുറവുള്ളതെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ആവശ്യമുള്ള പൈസ എടുത്തു തന്നിട്ട് ചേച്ചി വേഗം പോയി ഞാൻ ലോണിൻ്റെ അടയ്ക്കേണ്ട പൈസ കൊണ്ടുപോയി അടച്ചു. അത് കഴിഞ്ഞ് വീണ്ടും പ്രശ്നങ്ങൾ അവിടെ തീരുന്നില്ല. ഓരോന്നും ഇങ്ങനെ പോകുന്നു. അത് കഴിഞ്ഞ ഏപ്രിൽ 15 വിഷുവിൻ്റെ അന്ന് ഞാൻ എൻ്റെ വീട്ടിൽ പോവുക. കോതമംഗലത്ത് എൻ്റെ വീട്ടിലേക്ക് ഞാനും എൻ്റെ മകളും പോകുന്നതിൻ്റെ ഇടയ്ക്ക് ബസ്സിലിരുന്നപ്പോൾ അങ്ങനെ കൊന്തയിലിക്കൊണ്ട് എപ്പോഴും ഇരിക്കുന്നത്. കൊന്തയിലിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും പതുക്കെ മയങ്ങിപ്പോയപ്പോഴത്തേക്കും എൻ്റെ നേരെ വന്നിട്ട് മാതാവ്, ഒരു ചേച്ചി ഇങ്ങനെ കുറച്ച് പൂവ് എൻ്റെ നേരെ വിതറുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു ഇതെന്നാ ഈ പൂ ഇടണേന്ന് ഓർത്ത് മയങ്ങിയപ്പോഴത്തേക്കും തൊട്ടരികിലായിട്ട് മാതാവ് നിൽക്കുന്നു. അപ്പോൾ
അപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ കുറേ വിഷമങ്ങളുണ്ടായിരുന്നു. അതെല്ലാം എങ്ങോട്ട് പോയെന്ന് എനിക്കറിയില്ല. ചോർന്ന് പോകുമ്പോൾ വിഷമങ്ങളെല്ലാം മാറിപ്പോയി. അതിനുശേഷം എനിക്ക് ധ്യാനിപ്പിക്കുന്ന ഒരു സിസ്റ്ററുണ്ട്. ആ സിസ്റ്ററെ കാണാനായിട്ട് ഞങ്ങൾ അവിടെ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ച് വർത്താനം എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പറഞ്ഞു, കൃപാസന മാതാവ് അടുത്ത് നിൽപ്പുണ്ടല്ലോ, പിന്നെ എന്തിനാ വിഷമിക്കണമെന്ന്. ആ ദിവസം തന്നെയാണ് അത് സംഭവിക്കുന്നത്. അതും എനിക്ക് വളരെ സന്തോഷമായി. വീണ്ടും ഞാൻ പിന്നെ നന്നായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും മാതാവ് ഓരോരോ അത്ഭുതങ്ങൾ, പോസിറ്റീവായിട്ടുള്ള ഓരോ ദർശനങ്ങളെല്ലാം ഈശോ കാണിച്ചു തരാൻ തുടങ്ങി. അപ്പം ഞാൻ അന്ന് തൊട്ട് ഞാൻ വീണ്ടും എല്ലാ ഞായറാഴ്ച ഇവിടെ വരും. വീട്ടിൽ നിന്ന് രാവിലെ തലേദിവസം രാത്രി ഞാൻ കുറച്ച് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വരും. ഇവിടെ ബസ്സിൽ ഇറങ്ങി വരുമ്പോഴത്തേക്കും ഒത്തിരി ചേച്ചിമാർ ഓടി വരും, മോളെ ഒരു ചപ്പാത്തി മേടിക്കാൻ പൈസ താ, ഒരു നേരത്തെ ഫുഡ് കഴിക്കാൻ പൈസ താ എന്ന് പറഞ്ഞ് ഓടി വരുമ്പോഴത്തേക്കും എനിക്ക് വിഷമം തോന്നും. അപ്പോൾ ദൈവം ഇവർക്ക് എന്താ കൊടുക്കണ്ടേ? അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ കൂടിയിട്ട് തലേ ദിവസത്തേക്ക് അവർക്ക് കൊടുക്കാനുള്ള ഭക്ഷണമൊക്കെ ഒരുക്കി വയ്ക്കും. രാവിലെ ഒരു 3 മണിയാകുമ്പോൾ അത് പാകപ്പെടുത്തും. ഞാൻ കുളിച്ചിട്ട് വരുമ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡ് അതെല്ലാം എൻ്റെ മകളും കൂടി പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടാവും. ഞാൻ അതുമായിട്ട് 5:30 ബസ്സിന് അവിടെ നിന്ന് പോന്നു കഴിഞ്ഞ് ഇവിടെ വന്ന് 3 ബസ് കയറിയാണ്. ഞാൻ നിലത്തൊന്നും വെക്കില്ല. എൻ്റെ ഈശോ, നമ്മുടെ വീട്ടിൽ ഏറ്റവും പ്രിയപ്പെട്ട ആൾ വരുമ്പോൾ നമ്മുടെ ഈശോ വന്ന് നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? ഏറ്റവും നല്ലതല്ലേ കൊടുക്കണേ? അങ്ങനെ ഏറ്റവും നല്ലത് നോക്കി. പുള്ളിക്കാരനാണെങ്കിൽ അവർക്ക് കാപ്പിയാണ് കൊടുക്കണമെങ്കിൽ അതിൻ്റെ കൂടെയായിട്ട് നാടൻ ഏത്തപ്പഴവും നാടൻ മുട്ടയും മേടിച്ച് വെച്ച് കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്ത് അതൊരു വഴിപാട് തീർക്കും പോലെയല്ല, ഏറ്റവും നന്നായി കൊടുക്കണമെന്ന് പറഞ്ഞ് അന്വേഷിച്ച് അത് അങ്ങനെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഓരോ ചേച്ചിമാർക്കും അത് കൊടുക്കുമ്പോഴത്തേക്ക് അവസാനം തികയില്ല. അപ്പം ഞാൻ അവസാനത്തെ പൊതി എടുക്കുമ്പോൾ കണ്ണടച്ച് നിൽക്കും, മറ്റുള്ളവരുടെ മുഖം കാണാതിരിക്കാൻ വേണ്ടി. അങ്ങനെ അത് കൊടുക്കുന്നു. പിന്നെ ഇങ്ങനെ ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ട് കുറേ ആഴ്ചകളായി. ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ച് കുറേ ജപമാലയല്ലോ. ഇപ്പം തന്നെ ഇവിടെ ഇരുന്നിട്ട് 19ാമത്തെ ജപമാലയാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ഒരു മടുപ്പുമില്ല, ഒരു ഭക്ഷണവും കഴിക്കില്ല, ഉപവാസം എടുത്തിട്ടാണ് വരുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഉപവാസമായിരുന്നു. വീട്ടിൽ ചെന്നതിന് ശേഷം എന്തെങ്കിലും കഴിക്കുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മാതാവിനോട് ഞാൻ ഇവിടെ നിന്നിട്ട് ഓരോ ദിവസം പറഞ്ഞിട്ട് പോകും. ജൂലൈ 2-ാം തീയതി എൻ്റെ മകളുടെ ബർത്ത്ഡേ ആണ്. ജൂലൈ 14-ാം തീയതി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 25 വർഷം പൂർത്തിയാവുക. അപ്പോൾ 5 ലക്ഷം രൂപ ഒരു ഫ്രണ്ട്സിന് കൊടുക്കാനുണ്ട്. അപ്പോൾ അത് ചോദിച്ചു. അപ്പോൾ കൊടുക്കണേ എങ്ങനെയാണ്? ഈ 2 ദിവസങ്ങളിൽ ഈ ജൂലൈക്കും 2-നും ജൂലൈ 14-നും ഇടയ്ക്ക് മാതാവ് എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കണം, ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടണം. എനിക്ക് മാതാവിനോട് ഓരോ ദിവസവും ഇവിടെ നിന്നിട്ട് അവിടെ ഇരുന്ന് കുറേ നേരം പ്രാർത്ഥിക്കും, കൊന്തയിലും. അതിനുശേഷം ഇവിടെ നിന്നിട്ട് ഞാൻ നേർച്ചയിട്ടിട്ട് മാതാവിനോട് ഇത് പറഞ്ഞിട്ട് പോകുമ്പോഴത്തേക്കും കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ കൊച്ചനോട് പറഞ്ഞു, അമ്മേ നമ്മുടെ തിരി കത്തിച്ചുകൊണ്ടിരുന്ന തിരി ഞാനിങ്ങോട്ട് പോകുന്നതുകൊണ്ട് അവർ തന്നെ, ഞാൻ നേരത്തെ പോകുന്നതുകൊണ്ട് അവരെ ചെല്ലിയത്. അമ്മേ നമ്മുടെ തിരി 3 ദിവസം കൊണ്ട് നീലത്തിരി കത്തിക്കഴിഞ്ഞു അമ്മേ, അതിൻ്റെ അകത്ത് 7 എന്നൊരു അടയാളം കാണുന്നുണ്ടെന്ന് പറഞ്ഞു. 3 ദിവസം കൊണ്ട് ഒരു നീലത്തിരി, ഏതാണ്ട് 20-30 ദിവസം കത്തിക്കുന്ന തിരി 3 ദിവസം കൊണ്ട് കത്തിക്കഴിയുക. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞ 7-ാം തീയതി കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചൊവ്വാഴ്ച ഒരു 12:30 ആയി കാണും. എൻ്റെ ഫ്രണ്ട്സായ ആ ചേച്ചി, എന്നെ ആദ്യം സഹായിച്ച ചേച്ചി എന്നെ ഓടി വന്നിട്ട്, മേഴ്സി എന്തിനാണ് വിഷമിക്കണേന്ന് പറഞ്ഞ് എനിക്ക് ആവശ്യമുള്ള പൈസ എടുത്തു തന്നിട്ട് ചേച്ചി പോയി. മാതാവ് ചെയ്തു തന്ന അനുഗ്രഹത്തിന് 1000 നന്ദി പറയുന്നു. വീണ്ടും ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ദൈവത്തിൻ്റെ കരം ഞങ്ങളെ താങ്ങി നിർത്തുന്നത് എങ്ങനെയാണെന്ന് പറയാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നയിൽ നിന്ന് യേശുക്രിസ്തു വഴി ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തരും. ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഉടമ്പടി എടുത്ത് 2019 ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ മാതാവിനോട് ഇവിടെ നിന്നൊരു കാര്യം പറഞ്ഞിട്ടാണ് പോയത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് ചായ കുടിക്കുക എന്ന് പറഞ്ഞാൽ. ചായ എത്ര ഗ്ലാസ് കുടിച്ചാലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മാതാവിനോട് പറഞ്ഞു, 1 വർഷത്തേക്ക് എനിക്ക് ചായ കൂടി ഒന്ന് മാറ്റണം മാതാവ്, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു. ആ 1 വർഷത്തേക്ക് ഞാൻ ആഗ്രഹിച്ചത് ഇപ്പോൾ 7 വർഷമായി. 7 വർഷമായിട്ട് ഞാൻ 1 ഗ്ലാസ് ചായ പോലും പാൽ ചായ കുടിച്ചിട്ടില്ല, കട്ടൻ ചായ മാത്രമേ കുടിച്ചുള്ളൂ. മാതാവിന് വേണ്ടിയിട്ടാണ്, ഈശോയ്ക്കും മാതാവിനും വേണ്ടിയിട്ടാണ് ഞാനത് മാറ്റി വെച്ചത്. പിന്നെ ഈ 50 ദിവസം, ഈ 50 ദിവസം ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് മാത്രം ഒരു നേരത്തെ ഫുഡ് കഴിച്ച് ഉപവാസം എടുത്ത് ഉപവാസം എടുത്താണ് ഞങ്ങൾ ഈസ്റ്റർ ആഘോഷിക്കുന്നത്. അങ്ങനെ ഒരുപാട് ഈശോയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. പിന്നെ മറ്റുള്ളവർ ആര് നമ്മുടെ അടുത്ത് വന്നാലും ആരും വിഷമിപ്പിക്കാറില്ല. അവർക്ക് നമുക്കില്ലെങ്കിൽ പോലും അവർക്ക് ഉള്ളത് മാറ്റി വെച്ചിട്ട് നല്ലത് നോക്കി എടുത്ത് കൊടുത്തിട്ടേ ഉള്ളൂ.
പിന്നെ വസ്ത്രമില്ല എന്ന് പറയുന്നവർക്ക് വസ്ത്രം എത്തിച്ചു കൊടുക്കാനും, പിന്നെ കഴിഞ്ഞ ക്രിസ്തുമസിന് ഒരു ചേച്ചീനെ ഞാൻ പരിചയപ്പെട്ടു. ആ ചേച്ചി ഇങ്ങനെ വിഷമങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കുറച്ച് പൈസ അതിന് ഫുഡ് മേടിക്കാനായി കൊടുത്തു. മക്കൾക്ക് ക്രിസ്തുമസിന് ഒന്നും കൊടുക്കാനായിട്ടില്ല എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോഴത്തേക്കും കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവരങ്ങ് പോയി കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പ്രാർത്ഥിക്കുന്ന ഒരു ചേച്ചി, കല്യാണം കഴിക്കാത്ത ഒരു ചേച്ചിയാണ്, ഒരു ടീച്ചറാണ്. ആ ടീച്ചർ എന്നെ കണ്ടിട്ട് പറഞ്ഞു, ഈ ഇടയാൾ ഒരു പാവപ്പെട്ട ഒരു വ്യക്തിനെ കണ്ടോയെന്ന് ചോദിച്ചു. അന്നേരം എനിക്ക് ആദ്യം ഓർമ്മ കിട്ടിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അന്നേരം അവർക്ക് എന്നാ ചെയ്തു കൊടുത്തതെന്ന് ചോദിച്ചു. ചെറിയൊരു സഹായം ചെയ്തെന്ന് പറഞ്ഞു. അത് ഈശോ കണ്ടിട്ടുണ്ട്, അത് അവർക്ക് ഒത്തിരി വിഷമിച്ചിരിക്കുന്ന സമയത്ത് അത് കിട്ടിയ, അതുകൊണ്ട് വളരെ ഈശോയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എങ്ങനെയായാലും ഉണ്ടാവാതിരിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ കോവിഡ് സമയത്ത് വീട്ടിലിരിക്കുകയാണല്ലോ, അത് പ്രാർത്ഥനാ ജീവിതം വളരെ നന്നായിട്ട് കൊണ്ടുപോകാനും ആ സമയങ്ങളിലെല്ലാം 40 ജപമാലയെല്ലാം ചെല്ലാനുള്ള കൃപ മാതാവ് തന്നു. പിന്നെ 3 രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും 5 ജപമാല വെച്ച് മിട്ടിലേൽ മുട്ടുകുത്തി നിന്ന് ചെല്ലാനും, മുട്ടിൻ്റെ അകത്തേക്ക് ദശയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കല്ല് കയറിയിട്ട് ചോര കൂർത്തു വരും. അന്നേരം ഒരു വിഷമവും ഇല്ല, എല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ ഫലദാന വരങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ചു. ഒരിക്കലും ഒരു വിഷമമില്ലാതെ പ്രാർത്ഥിക്കാൻ കഴിയണം, തടസ്സങ്ങളില്ലാതെ. ഈശോയായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ സർവസ്വവും, നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു ആവണം എന്നാഗ്രഹിച്ചു. അതെല്ലാം അങ്ങനെ പറ്റുന്നുണ്ട്. പിന്നെ രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവം അവിടുന്ന് നീതി നടത്തി തരില്ലേ, അവിടുന്ന് കാലവിളംബം വരുത്തുമോ? ലൂക്കാ 18:7 പറയുന്നു, രാത്രി കിടക്കുമ്പോൾ ഞാൻ കുരിശ് വരച്ചിട്ട് എന്തെങ്കിലും ചിലപ്പോൾ ഒരു പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടായിരിക്കും മനസ്സിൽ കിടക്കുന്നത്. ലോകരക്ഷകനായ ഈശോയെ, സ്വർഗത്തിലെ അപ്പച്ച, ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമെന്നായിരിക്കും ചിലപ്പോൾ പറയുന്നത്. അതിങ്ങനെ പറഞ്ഞുകൊണ്ട് കിടന്നു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴും അത് നമ്മുടെ മനസ്സിലിങ്ങനെ ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. അതെനിക്ക് വലിയൊരു ശക്തിയാണ്, എന്നെ ഓരോ നിമിഷം വഴി നടത്തുന്നത് ഈ ഒരു കൃപയാണ്. ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഇനി പറയാനുമുള്ള ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ പറയാനുണ്ട്. എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി. 115 സങ്കീർത്തനം 12 തിരുവചനം. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും, അഹറോൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കും. മെസ്സി ബാബു എന്ന ഈ മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഉടമ്പടി അടിസ്ഥാനത്തിൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച വലിയ അത്ഭുതങ്ങൾക്ക്, അനുഗ്രഹങ്ങൾക്ക്, അഭിഷേകത്തിന് ഇന്ന് മേഴ്സി ബാബുവിടെ നന്ദി പറയുകയാണ്. 12 വർഷക്കാലമായി അവർ വാടകയ്ക്കാണ് താമസിച്ചിരുന്നത്. സ്വന്തം ഒരു വീട് എന്നൊരു വലിയ സ്വപ്നം അവർ മനസ്സിൽ വെച്ച് ഇവിടെ വന്ന് നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ച് അവർക്ക് പരിശുദ്ധ അമ്മ ലോൺ അടയ്ക്കേണ്ട സമയങ്ങളിലും പ്രതിസന്ധികളുടെ സമയങ്ങളിലുമെല്ലാം 7 എന്ന അടയാളത്തിൽ സ്നേഹവും സാമീപ്യവും നൽകി ഈശോയുടെ തിരുരക്തത്തോട് ചേർന്ന് അവിടുത്തെ വില കൊടുത്ത് വാങ്ങിയതിൻ്റെ വലിയ സാമീപ്യം നൽകി അനുഗ്രഹിച്ചതിൻ്റെ ഒരു സാക്ഷ്യം കൂടിയാണ്. പരിശുദ്ധ അമ്മയുടെ ദർശനത്തിൽ എല്ലാ സങ്കടങ്ങളും ഇല്ലാതായി എന്ന് ഈ മകളേറ്റ് പറയുകയുണ്ടായി. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് അറിയാവുന്നതുപോലെ പത്രോസ് താബോർ മലയിലെ രൂപാന്തരീകരണം ഈശോയ്ക്കുണ്ടായപ്പോൾ ഈശോയോട് പറയുന്നുണ്ട്, ഞാനിവിടെ 3 കൂടാരങ്ങൾ നിർമ്മിക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് ഏലിയായ്ക്ക്, ഒന്ന് മോശയ്ക്ക്. തന്നെ കുറിച്ച് മറന്നുപോകുന്ന ഒരു ജീവിതാനുഭവം പത്രോസിനുണ്ടായതായിട്ട് സുവിശേഷം നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ സാധിക്കാവുന്ന തരത്തിലുള്ള കാരുണ്യ പ്രവൃത്തികൾ പോലും ചെയ്യാൻ ഇന്ന് ഈ സഹോദരിക്ക് സാധിക്കുന്നുണ്ട്. ഒരു സഹോദരനിവിടെ സാക്ഷ്യം പറയുകയുണ്ടായി. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, നിനക്കിഷ്ടമുള്ള കാര്യങ്ങൾ, നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യണം, അപ്പോൾ മാത്രമേ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന്. ആ സഹോദരന് ബിരിയാണി വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ അദ്ദേഹം പൊതിച്ചോറ് കൊടുത്തിരുന്നത് ബിരിയാണി, കാരണം എനിക്കിഷ്ടമുള്ളത് മറ്റുള്ളവർക്ക് വളരെ സന്തോഷത്തോടുകൂടി കൊടുക്കണം എന്നുള്ള താല്പര്യത്തോടുകൂടി കാരുണ്യപ്രവൃത്തികൾ ചെയ്തിരുന്നൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു. മെസ്സി ബാബുവിൻ്റെ ഇതുപോലെ സമാനമായ ഒരു സാക്ഷ്യമാണ്. കാരണം മറ്റുള്ളവർക്ക് നാടൻ മുട്ടയും പഴവും കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കാൻ മാത്രം ഒരു വലിയ തുറന്ന മനസ്സ് ഈശോയെ സ്നേഹിക്കുന്നതാണ്. ഈശോയെ എത്രമാത്രം സ്വീകരിച്ചാലും ഈശോയെ സ്നേഹിച്ചാലും മതിയാകാത്ത ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് ഇന്ന് ആനയിച്ച് ഉടമ്പടി
ഉടമ്പടി വളരെ കൃത്യമായി ജീവിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ 25ാമത്തെ വർഷം അവരുടെ ജൂബിലിയാണ്, വിവാഹ ജൂബിലി. അതിന് ഈശോയ്ക്ക് നന്ദി പറയുകയാണ്. വളരെ സമാധാനത്തോടുകൂടി എല്ലാ കാര്യങ്ങളെയും തരണം ചെയ്യാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും പരിശുദ്ധ അമ്മയുടെ സഹവാസവും പരിശുദ്ധ അമ്മ അവരോട് കൂടെ നടക്കുന്ന അനുഭവം അവർക്കുണ്ട്. ഈശോയ്ക്ക് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാം. ഈ സാക്ഷ്യത്തോടൊപ്പം വീടില്ലാതെ, വഴിയില്ലാതെ, വെളിച്ചമില്ലാതെ, വെള്ളമില്ലാതെ, ജീവിതത്തിൽ വാടകയ്ക്ക് ജീവിക്കുന്ന വളരെ സങ്കടപ്പെടുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ കണ്ണുനീരിനെ ഈ തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് അമൽ റോയി. ഞാൻ ഇടുക്കി ജില്ലയിലെ പടമുഖം ഫൊറോയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ കൃപാസനത്തിൽ വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സിസ്റ്റർ ഇവിടെ ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറയുകയുണ്ടായി. ആ പ്രചോദനത്താലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഏപ്രിൽ 10, 2024 ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാൾട്ട എന്ന രാജ്യത്തേക്ക് ഞാൻ വിസയ്ക്ക് വേണ്ടിയിട്ട് പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പേപ്പർ വർക്കിൻ്റെ ലാഗ് കാരണം അത് സ്പീഡപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത്. എൻ്റെ ആദ്യത്തെ നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കുവാനായിട്ട് എന്നെ അനുഗ്രഹിക്കണമേ എന്നായിരുന്നു. രണ്ടാമത്തെ നിയോഗമായിട്ട് ഞാൻ മാൾട്ടയ്ക്ക് ആണ് വെച്ചത്. അപ്പോൾ ഞാൻ അത് വെച്ച് ഏപ്രിൽ 10 ഉടമ്പടി എടുത്ത് 3 മാസത്തെ 90 ദിവസത്തെ എൻ്റെ ഉടമ്പടി മനോഹരമായിട്ട് തന്നെ ഞാൻ ഉടമ്പടിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേ എൻ്റെ പേപ്പർ വർക്ക് ലാഗടിച്ചു തന്നെ നിൽക്കുമായിരുന്നു. അതിനൊരു വ്യത്യാസം ഉണ്ടായില്ല. ഏകദേശം എൻ്റെ ഉടമ്പടി കഴിഞ്ഞ് സെപ്റ്റംബർ 24 ആയിരുന്നു എനിക്ക് പെർമിറ്റ് വരുന്നത്. നവംബർ 1 ഞാൻ വിസയ്ക്ക് വയ്ക്കുന്നത്. ഞാൻ ആദ്യത്തെ ഉടമ്പടി എടുത്തു, പിന്നെ ഞാൻ ഉടമ്പടി എടുത്തില്ല. 90 ദിവസത്തെ ഉടമ്പടി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വിസയൊക്കെ വെച്ച് വിസ വന്നിട്ട് ഉടമ്പടി എടുക്കാമെന്നുള്ളൊരു ധാരണയാണ് നിന്നത്. പക്ഷേ ദൈവം എന്നെ അനുഗ്രഹിച്ചില്ല. ഡിസംബർ 10 എനിക്ക് വിസ റിജക്ഷൻ വന്നു. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് ആൾക്കാരോട് പറഞ്ഞ്, എൻ്റെ ഫ്രണ്ട്സിനോടും അവർ കുടുംബക്കാരോടൊക്കെ പറഞ്ഞു തന്ന എൻ്റെ വിസ എനിക്ക് കിട്ടാണ്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് വിഷമമായി. കാരണം ആത്മീയമായിട്ട് ഞാൻ ഒട്ടും പുറകിലല്ലാണ്ടിരുന്ന ആളായിരുന്നു ഞാൻ. അങ്ങനെ കൃപാസനത്തിൽ വന്ന് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഞാൻ എന്നും ജപമാലയൊക്കെ ചെല്ലുമായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം പോലും മുടക്കം വന്നിട്ടില്ല. പക്ഷേ അമ്മ എന്തുകൊണ്ട് എന്നെ അനുഗ്രഹിച്ചില്ല എന്നുള്ളൊരു ചോദ്യം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ആ കാര്യം കഴിഞ്ഞ് പിറ്റേ വർഷം 2025 ജനുവരി 1 ഞാൻ വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അതെൻ്റെ ആദ്യത്തെ ഉടമ്പടി പുതുക്കലായിരുന്നു. ആ ഉടമ്പടിയിൽ ഞാൻ വളരെ ഉഴപ്പായിരുന്നു. ആദ്യത്തെ 1 മാസം ഞാൻ നന്നായിട്ട് കൊണ്ടുപോയെങ്കിലും പിന്നീട് എനിക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. നന്നായിട്ട് ഞാൻ ഉഴപ്പി. പിന്നെ ആ മാസത്തിൽ തന്നെ ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി മാസത്തിൽ ഉടമ്പടി നിൽക്കുമ്പോൾ തന്നെ ഞാൻ സൗദിയിലേക്ക് ഒരു പേപ്പർ വർക്കും ചെയ്തു. ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ സൗദിയിലേക്കുള്ള പേപ്പർ വർക്ക് ചെയ്തപ്പോഴത്തേക്കും പേപ്പർ വർക്കെല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നു. അവസാന ഘട്ടത്തിൽ വിസയ്ക്ക് വെക്കുന്നതിന് മുമ്പ് മെഡിക്കൽ എന്നൊരു സംഭവമുണ്ട്. അപ്പോൾ മെഡിക്കൽ ചെയ്യാനായിട്ട് ഞാൻ മാർച്ച് മാസത്തിൽ ഡേറ്റ് എടുത്തു. മെഡിക്കൽ ചെയ്തു. അന്ന് തന്നെ എനിക്ക് റിസൾട്ട് വന്നു. ഞാൻ മെഡിക്കൽ റിജക്റ്റായി. എനിക്ക് കാൽസിഫിക്കേഷൻ എന്നൊരു സംഭവം കൊണ്ടാണ് ഞാൻ റിജക്റ്റ് ആയത്. ഞാൻ ഒരുപാട് കരഞ്ഞു. ഞാൻ ബാംഗ്ലൂരാണ് മെഡിക്കൽ ചെയ്തത്. പിന്നെ അടുത്ത മാസം 1 മാസം കഴിഞ്ഞിട്ടാണ് അടുത്ത മെഡിക്കൽ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന തന്നെയായിരുന്നു. പക്ഷേ ഭയങ്കര ഉഴപ്പായിരുന്നു. കാരണം എൻ്റെ ജീവിതത്തിൽ തോൽവി മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. തോൽവിയെ മാത്രമായിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥന കുറവായിരുന്നു. എന്നാലും ഞാൻ മാതാവിലുള്ള വിശ്വാസം കുറഞ്ഞില്ല. ഞാനങ്ങനെ ഏപ്രിൽ മാസത്തിൽ ഞാൻ കൊച്ചിയിൽ വെച്ച് മെഡിക്കൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഡേറ്റ് എടുത്തിട്ട് ഞാൻ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് പിറ്റേ ദിവസം മെഡിക്കൽ പോയി ചെയ്തു. അന്ന് അതിൻ്റെ റിസൾട്ട് വന്നു. അന്നും ഞാൻ ഫെയിലായി. അങ്ങനെ എനിക്ക് മാൾട്ടയ്ക്ക് റിജക്ഷൻ കിട്ടി. അത് കഴിഞ്ഞ് സൗദിക്ക് റിജക്ഷൻ കിട്ടി. അങ്ങനെ മൊത്തത്തിൽ പരാജയപ്പെട്ട് താഴെ നിന്ന സമയത്ത് ഞാൻ ഏപ്രിലിൽ വീണ്ടും ഉടമ്പടി എടുത്തു. ആ ഉടമ്പടിയിലും ഞാൻ നന്നായിട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചു. അച്ഛൻ എപ്പോഴും ഡെയിലി ബ്ലെസ്സിങ്ങിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഉടമ്പടി എടുക്കുകയാണെങ്കിൽ ഉടമ്പടിയിൽ ഉഴപ്പിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പണി കിട്ടും. പണി മേടിച്ച് വെക്കരുതെന്ന്. എനിക്കറിയാവുന്ന കാര്യമാണ് പണി മേടിച്ച് കിട്ടുമെന്നുള്ളത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉഴപ്പിയതിനുള്ള പണി എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഞാൻ എൻ്റെ അപ്പൻ്റെ മുന്നിൽ, അമ്മയുടെ മുന്നിൽ, നാട്ടുകാരുടെ മുന്നിൽ, ഫ്രണ്ട്സിൻ്റെ മുന്നിൽ എല്ലാം ഞാൻ ഭയങ്കരമായിട്ട് നാണം കേട്ടു. കാരണം ഞാൻ മാൾട്ടയിലേക്ക് വെച്ചതും അതുപോലെ തന്നെയുള്ള ഓരോ കാര്യങ്ങളും ഞാൻ എല്ലാവരും പറയുമായിരുന്നു. എൻ്റെ മനസ്സിലൊരു കാര്യം ഇരിക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും മുന്നിൽ നാണം കേട്ടു. അങ്ങനെ എന്നൊരവസ്ഥയിൽ ഞാൻ വീണ്ടും എനിക്ക് ഉടമ്പടി ഉണ്ടായിരുന്നു. ആ ഏപ്രിലെടുത്ത ഉടമ്പടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഏകദേശം ജൂൺ മാസത്തിൽ ഉടമ്പടി കഴിഞ്ഞു. ജൂലൈ മാസത്തിൽ എനിക്ക് പെട്ടെന്നൊരു ഇൻ്റർവ്യൂ വന്നു മാൾട്ടയിലൊക്കെയുള്ള വേറൊരു ഏജൻസി വഴി. ആ ഏജൻസിയിൽ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ പാസ്സായി. അതേ സമയത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും പരിശുദ്ധ അമ്മ വഴി തന്നെ എനിക്ക് ദുബായിലേക്ക് പോകാനൊരു അവസരം കിട്ടി. അങ്ങനെ ഞാൻ ദുബായിലേക്ക് പോയി. ഓൾറെഡി സൗദിക്കുള്ള പേപ്പർ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് ദുബായിലേക്ക് പേപ്പർ വർക്ക് ചെയ്യാനായിട്ട് അധികം താമസം വന്നില്ല. അപ്പോൾ ആ സൗദിയുടെ പേപ്പർ വർക്ക് തന്നെ വെച്ച് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് ദുബായിലേക്ക് കയറിപ്പോയി. ഏകദേശം 9 മാസത്തോളം ഞാൻ വർക്ക് ചെയ്തു.
പക്ഷേ എനിക്കവിടെ അധിക നാൾ നിൽക്കാൻ സാധിച്ചില്ല. കാരണം എൻ്റെ മനസ്സിലെപ്പോഴും യൂറോപ്പ് എന്നൊരു സ്വപ്നം എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു. കൃപാസനത്തിൽ വരാനുള്ള മെയിൻ കാരണം അത് തന്നെയായിരുന്നു. പക്ഷേ ഞാനവിടെ ദുബായിൽ പോയി അവിടുത്തെ ജോലിഭാരവും അവിടുത്തെ ഒറ്റപ്പെടലും എന്നെ വളരെ തളർത്തി. ഞാനങ്ങനെ ഏകദേശം 2026 ഏപ്രിൽ 9 ഞാൻ തിരിച്ച് നാട്ടിലെത്തി. അങ്ങനെ 2026 ഏപ്രിൽ 13 ഞാൻ എൻ്റെ 4ാമത്തെ ഉടമ്പടി പുതുക്കി ഇവിടെ വന്ന്. പക്ഷേ 4ാമത്തെ ഉടമ്പടി പുതുക്കിയിട്ടും അച്ഛനെപ്പോഴും ധ്യാനത്തിൽ പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്, 4 ഉടമ്പടി പുതുക്കിയിട്ടും ലഭിക്കാത്തവർ അത്രയ്ക്കും മോശമായിട്ടുള്ള ഉഴപ്പി ഉടമ്പടി ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് അത് കിട്ടാത്തതെന്ന്. അപ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, പരിശുദ്ധമേ എൻ്റെ അവസ്ഥ കൊണ്ട് ഞാൻ എല്ലായിടത്തും തോറ്റുപോയതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ആയത്. അങ്ങനെയൊക്കെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ സത്യം പറയട്ടെ, ഞാൻ ഏപ്രിൽ 13 ഉടമ്പടി ഞാൻ വളരെ മാന്യമായ രീതിയിൽ കൊണ്ടുപോയി 90 ദിവസം ഞാൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞാൻ ആ ഉടമ്പടി തന്നെയാണ് ഉള്ളത്. ഞാനങ്ങനെ ഏപ്രിലിൽ തന്നെ 23 2026 ഞാൻ വിസയ്ക്ക് വെച്ചു. മാൾട്ടയ്ക്ക് വയ്ക്കുന്ന ആ സമയത്ത്, വിസയ്ക്ക് വയ്ക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വിസ റിജക്ഷൻ കിട്ടുന്ന ടൈമിലാണ് ഞാൻ വിസയ്ക്ക് വെക്കുന്നത്. വിസ ഇൻ്റർവ്യൂ ഉള്ള ആൾക്കാർക്ക് വിസ റിജക്ഷൻ ഉറപ്പാണ്, മസ്റ്റായിട്ടുള്ള കാര്യമാണത്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയായിരുന്നു, പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ മകനാണ് ഞാനെങ്കിൽ 2026 ഏപ്രിൽ 23 വിസയ്ക്ക് വയ്ക്കുന്ന എനിക്ക് വിസ ഇൻ്റർവ്യൂ ഇല്ലാണ്ട് വിസ കിട്ടണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചത്. എൻ്റെ കൂടെ 3 പേര് വിസയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ അവിടെ വെച്ച് പരിചയപ്പെട്ട ആൾക്കാർ, അവർ എൻ്റെ കൂടെ വിസയ്ക്ക് വെച്ച് മെയ് 26 അവർക്ക് വിസ വന്നു. പക്ഷേ അവരുടെ കൂടെ വെച്ച് എനിക്ക് മാത്രം വിസ വന്നില്ല. അതെന്നെ ഭയങ്കരമായിട്ടും തളർത്തി. പക്ഷേ ഞാൻ തളർന്നെങ്കിലും ഞാൻ പ്രാർത്ഥന കുറച്ചില്ല. അങ്ങനെ ജൂണിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ജൂൺ 19 എനിക്ക് വിസ കിട്ടി. 2024 മുതൽ 2026 വരെ 2.5 വർഷത്തെ കാലയളവിൽ ഞാൻ ആഗ്രഹിച്ച എൻ്റെ സംഭവം ഞാൻ ജൂൺ 26 നേടിയെടുത്തു. അതാണ് എൻ്റെ ഈ കൃപാസന ഏറ്റവും വലിയ സാക്ഷ്യം. എനിക്ക് എപ്പോഴും ഉള്ളൊരു ആഗ്രഹമായിരുന്നു, യൂത്തിൻ്റെ ഇടയിലുള്ള ഒരാളെന്ന നിലയ്ക്ക് ഏറ്റവും വലിയ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയണം എന്നുള്ള എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അതാണ് എൻ്റെ ഈ മാൾട്ടയിലേക്കുള്ള വിസ കിട്ടിയതിൻ്റെ അതിൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, മാൾട്ടയിലേക്കുള്ള വിസ കിട്ടുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ സ്ഥലം വിൽപ്പം നടക്കണം എന്നൊരിക്കലും ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം സ്ഥലം വിറ്റാലേ എനിക്ക് മാൾട്ടയിലേക്ക് പോകാനുള്ള ഏജൻസി ഫീസ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം മിഡിൽ ക്ലാസ് ഫാമിലി ആയതുകൊണ്ട് തന്നെ, വളരെ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ സ്ഥല വിൽപ്പന നടന്നാൽ മാത്രമാണ് വിസ കിട്ടിയാലും കയറി പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച ഫലമായി 30 ആൾക്കാർ വീട് വേണ്ടാന്ന് പറഞ്ഞ ആൾക്കാർ വന്ന സമയത്ത് 30 ആൾക്കാർ വന്ന് കണ്ടിട്ട് ഏപ്രിൽ 13 ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടുന്ന് മണ്ണെടുത്തുകൊണ്ട് പോയി എൻ്റെ വീടിൻ്റെ 4 ചുവരിൽ ഞാൻ കൊണ്ടുപോയിട്ടു. 4 ചുവരിൽ കൊണ്ടുപോയിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ചൊല്ലിയിട്ടു. അങ്ങനെ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടിട്ട് ഞാൻ ചൊല്ലി എൻ്റെ 2ാമത്തെ ആഴ്ച ഞാൻ മണ്ണ് കൊണ്ടുപോയിട്ട് 14 മണ്ണ് കൊണ്ടുപോയിട്ടു. അതിൻ്റെ 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും ഞങ്ങളുടെ സ്ഥലവിൽപ്പന, ഞങ്ങൾ ആഗ്രഹിച്ച പൈസയ്ക്ക് തന്നെ ഞങ്ങളുടെ സ്ഥലവിൽപ്പന നടന്നു. അതാണ് എൻ്റെ 2ാമത്തെ സാക്ഷ്യം. അതുപോലെ ആത്മീയമായ രീതിയിൽ ഞാൻ വളരുക എന്ന് പറഞ്ഞാൽ, ഞാൻ കൃപാസനത്തിൽ വരുന്നതിന് മുമ്പ് ഞാൻ ജപമാല ചെല്ലുമായിരുന്നു. പക്ഷേ ഡെയിലി ചെല്ലുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നേഴ്സായതുകൊണ്ട് തന്നെ പല ടൈമിലാണ് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് ചെല്ലുക എന്ന് പറഞ്ഞാൽ, പിന്നെ ഞാൻ യൂത്ത് ആയതുകൊണ്ടും എന്നെ സംബന്ധിക്കുന്ന കാര്യത്തിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ കൃപാസനത്തിൽ വെച്ച് ഞാൻ 2024 ഏപ്രിൽ 10 ഉടമ്പടി എടുത്തിട്ട് ഇന്നിപ്പം ഈ ജൂലൈ മാസം വരെ ഞാൻ ഇതുവരെ ഒരു ജപമാല പോലും മുടക്കിയിട്ടില്ല. സത്യസന്ധമായിട്ട് ഞാൻ പറയുന്നു. അത്രയ്ക്കും നല്ലൊരു കൃപ പരിശുദ്ധ അമ്മ വഴി എനിക്ക് തിരുക്കുമാരൻ ഇവിടെ തന്നിട്ടുണ്ട്. ആദ്യമായിട്ട് എനിക്കപ്പം ജപമാലയിലൂടെ കൂടുതലായിട്ട് സംബന്ധിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഞാൻ സത്യക്രിസ്ത്യാനി ആയതുകൊണ്ടും കുമ്പസാരം എന്ന കൂദാശ എന്താണെന്ന് ആദ്യം സ്വീകരിക്കുന്ന സമയത്ത് അറിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം ആ കുമ്പസാരം എന്ന കൂദാശ ഞാൻ നേരത്തെ കൃപാസ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ 3 മാസം കൂടുമ്പം 2 തവണ അങ്ങനെയൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്ന ഞാൻ ഇപ്പം 1 മാസത്തിൽ 3 തവണയെങ്കിലും കുമ്പസാരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാനായിട്ട് പരിശുദ്ധ അമ്മ വഴി കൃപ നൽകി ഞാൻ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ എനിക്ക് ഇൻസ്റ്റഗ്രാമിലൊരു പേജുണ്ട്. ആ പേജിൽ കൂടെ പരിശുദ്ധ അമ്മയുടെ വീഡിയോസുകൾ ഒരുപാട് ചെയ്യുകയും അതിലൂടെ ഒരുപാട് ആൾക്കാർ എന്നോട് പ്രാർത്ഥന സഹായം ചോദിക്കുകയും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുകയും അതുപോലെ തന്നെ ഒരുപാട് പേര് കൃപാസനത്തെക്കുറിച്ച് ചോദിക്കുകയും ആ കൃപാസനത്തെക്കുറിച്ച് എനിക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ സാധിച്ചാലും ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു. പരിശുദ്ധ അമ്മ എന്ന കൃപയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാൻ എനിക്ക് സാധിച്ചു. പത്രം കൊടുക്കുന്ന സമയത്ത് കൃപാസന പത്രം ആദ്യം ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ പത്രം കൊടുക്കുന്ന ബുദ്ധിമുട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഓരോരുത്തരുടെ ആൾക്കാരുടെ ഇടയിലേക്കും പുച്ഛത്തോടെയുള്ള നോട്ടം, ഒരുപാട് ആൾക്കാരെ മുന്നിൽ പോയിട്ട് ഞാൻ പുച്ഛത്തോടെ നോട്ടത്തിൽ ഞാൻ നാണം കെട്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത്രയും പ്രായമായിട്ട് നീയൊക്കെ പത്രം കൊടുത്ത് നടക്കുക എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളും എൻ്റെ മനസ്സിലേക്ക് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ അത്രയ്ക്കും നാണം കെട്ടിച്ചിട്ടും പരിശുദ്ധ അമ്മയ്ക്കും കർത്താവായ ഈശോയ്ക്കും വേണ്ടിയിട്ട് എനിക്ക് ആ പത്രം കൊടുക്കാൻ സാധിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. അതുപോലെ തന്നെ ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടും
ബാംഗ്ലൂരിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് എൻ്റെ രണ്ടാമത്തെ പുതുക്കൽ ഉടമ്പടിയുടെ സമയത്ത് ഞാൻ കർണാടക പത്രം മേടിച്ചു പോയി. കർണാടക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾ വളരെ കുറവുള്ള സ്ഥലമാണ്. കർണാടക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ മതക്കാർ കൂടുതലുള്ള സ്ഥലമാണ്. അപ്പോൾ വേറെ മതക്കാരുള്ള സ്ഥലങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് ക്രിസ്ത്യാനികളല്ലാത്ത ആൾക്കാർക്ക് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് എനിക്ക് ഈ പത്രം കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു. അങ്ങനെ രണ്ടാമത്തെ ഉടമ്പടിയിലെ എല്ലാ പത്രവും, എനിക്ക് എത്ര പത്രം കിട്ടുമെന്ന് എനിക്ക് ഓർമ്മയില്ല, 30ഓളം പത്രം എനിക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട്. ആ പത്രം മുഴുവൻ ഞാൻ കൃപാസനത്തിൻ്റെ പത്രം അവിടെ ബാംഗ്ലൂർ കൊണ്ടുപോയി എനിക്ക് കൊടുക്കുവാനായിട്ട് സാധിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. പിന്നെ ഡെയിലി ബ്ലെസ്സിങ്ങിലാണെങ്കിലും എല്ലാ ദിവസത്തെ ഡെയിലി ബ്ലെസ്സിങ് ഞാൻ കൊടുക്കുമായിരുന്നു. മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ ജപമാല ചെല്ലുമായിരുന്നു. അതുപോലെ തന്നെ ഒരു ചൊവ്വാഴ്ചത്തെ പോലും ധ്യാനം ഞാൻ മുടക്കത്തില്ലായിരുന്നു. ചൊവ്വാഴ്ചത്തെ ധ്യാനം എനിക്ക് ചൊവ്വാഴ്ച തന്നെ കൂടാൻ സാധിക്കത്തില്ലായിരുന്നു, കാരണം എനിക്ക് ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് കൂടണമായിരുന്നു. അപ്പോൾ ഞാൻ ഞായറാഴ്ചക്കുള്ളിൽ തന്നെ, ആ ആഴ്ചത്തെ ഞായറാഴ്ചക്കുള്ളിൽ തന്നെ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ അതിന് വേണ്ടി ടൈം മാറ്റി വെച്ച് ആ ധ്യാനം കൂടുമായിരുന്നു. അങ്ങനെ പരിശുദ്ധ അമ്മ എനിക്ക് ഈ 2024 തൊട്ട് 26 വർഷക്കാലത്ത് ഒരുപാട് പരീക്ഷണങ്ങൾ തന്നു. കാരണം നമ്മുടെ വിശ്വാസം കുറയുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പരിശുദ്ധ അമ്മ വഴി തീർക്കുവാൻ എനിക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ തന്നു. ആദ്യത്തെ കുറേ പരീക്ഷണങ്ങൾ ഞാൻ തോറ്റു. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി പരീക്ഷണങ്ങൾ നമ്മൾ വിജയിപ്പിക്കുന്നുള്ളത് എൻ്റെ കൃപാസന മാതാവ് എനിക്ക് ആ ഒരു ഉണർവ് എനിക്ക് തന്നു, എനിക്കതിൻ്റെ ആൻസർ തന്നു. അതുപോലെ തന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ചാൽ, എനിക്ക് വിസ വന്ന സമയത്ത്, വിസ വരുന്നതിന് മുമ്പായിട്ട് എൻ്റെ മനസ്സിൽ 2 അക്ക നമ്പർ എപ്പോഴും വരുമായിരുന്നു. അപ്പോൾ 2 അക്ക നമ്പറിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. ജൂലൈ അവസാനം നിനക്ക് വിസ വരും, ഒരു 2 അക്ക നമ്പറും വരുമായിരുന്നു. അപ്പോൾ 2 അക്ക നമ്പർ എന്താണെന്ന് ഇങ്ങനെ ഞാൻ ആലോചിച്ചുകൊണ്ട സമയത്ത് എനിക്ക് വിസ വന്ന സമയത്ത് 29ാമത്തെ പേജിലാണ് എൻ്റെ വിസ കിട്ടിയത്. അപ്പോൾ ആ 2 അക്ക നമ്പർ എന്നെ മാതാവ് തോന്നിപ്പിച്ചത് എനിക്ക് ആ വിസ വരുന്ന നമ്പറായിരുന്നു. അതിൽ ജൂലൈ അവസാനം ഞാൻ പോകുമെന്ന് പറഞ്ഞു. ജൂലൈ അവസാനം ഞാൻ പോകാനായിട്ട് എൻ്റെ പേപ്പർ വർക്കെല്ലാം ഏകദേശം കഴിയാനായി. ഈ ആഴ്ച ഒരു ക്ലാസ്സോട് കൂടി കഴിഞ്ഞ് എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടി. ഈ ആഴ്ച അവസാനം എനിക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ പരിശുദ്ധമ്മ എന്നെ തോന്നിപ്പിച്ച എല്ലാ കാര്യങ്ങളും അതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. കാരണം പരിശുദ്ധമ്മേനെ ഞാൻ വിശ്വസിച്ചു, തിരുക്കുമാരനെ ഞാൻ വിശ്വസിച്ചു, എന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചു. താങ്ക് യു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായം 15-ാം തിരുവചനം. കർത്താവ് അവനോട് പറഞ്ഞു, നീ പോവുക, വിജാതീയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുൻപിൽ എൻ്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണവൻ. പൗലോസ്ലീഹായുടെ മാനസാന്തര സമയത്ത് അനനിയാസിനോട് ഈശോ ചെയ്ത അരുളപ്പാടാണത്. അവൻ നീ പോവുക, അവന് അഭിഷേകം നൽകുക എന്ന് അനനിയാസിനോട് പൗലോസിനെ കുറിച്ച് പറയുന്നതാണ്. അമൽ റോയ് എന്ന ഈ മകൻ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നിയോഗം തന്നെ എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്നുള്ള നിയോഗമായിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മോട് പറയാറുണ്ട്, നിങ്ങളുടെ നിയോഗങ്ങൾ, ആവശ്യങ്ങൾ പെട്ടെന്ന് കത്തിപ്പിടിക്കണമെങ്കിൽ, പെട്ടെന്ന് സാധിക്കണമെങ്കിൽ ഒരൊറ്റ വരി പ്രാർത്ഥനയേ ഉള്ളൂ, അത് എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്നുള്ള പ്രാർത്ഥന. ആ നിയോഗം സാധിച്ചതിൻ്റെ സന്തോഷത്തിലാണ്, വളരെ എക്സൈറ്റ്മെൻറ്റിലാണ് അമൽ റോയ് എന്നിവിടെ സാക്ഷ്യം പറയുന്നത്. രണ്ടാമത്തെ നിയോഗം എന്ന് പറയുന്നത് മാൾട്ട വിസ ലഭിക്കണം എന്നുള്ളതായിരുന്നു. അതിലൂടെ ഒരു 2.5 വർഷക്കാലം ഈ മകൻ കടന്നുപോയ എല്ലാ സംഘർഷങ്ങളെയും കുറിച്ച് മകൻ ഇവിടെ ഏറ്റുപറയുകയായിരുന്നു. നമുക്കറിയാവുന്ന പോലെ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാൻ ഒരുങ്ങുന്നത് ഒരു വലിയ തീരുമാനമാണ്. വിഷയമല്ല പ്രധാനം, ദൈവമാണ് എൻ്റെ വിഷയം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതാണ് ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ തിരുവുത്താനത്തിൻ്റെ കല്ലറയിൽ നിന്ന് എമ്മാവൂസ് വരെ പോയ ശിഷ്യന്മാർ കണ്ണു തുറന്നപ്പോൾ ഞങ്ങൾ എത്രയോ അകന്നുപോയി എന്ന ഒരു തിരിച്ചറിവ് അവർക്ക് ലഭിച്ചു. നമുക്ക് തിരിച്ചു നടക്കേണ്ട സമയമായി, കണ്ണു തുറക്കേണ്ട സമയമായി എന്നെല്ലാമാണ് നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ നാം ലാഗ് ചെയ്യുമ്പോൾ, നമുക്ക് എപ്പോഴെങ്കിലും മടുപ്പ് തോന്നുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലല്ലോ, മറ്റുള്ളവർക്കെല്ലാം ലഭിച്ചു, എനിക്ക് മാത്രം ലഭിച്ചില്ലെന്ന സങ്കടകാലത്ത് നാം ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങളാണതെല്ലാം. ഈശോ എന്നെ കൈവിടില്ല, കാരണം ഞാൻ ഉടമ്പടിയിലാണ്. പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. നമുക്ക് ദൈവം നമ്മെ വ്യക്തിപരമായി സ്നേഹിക്കുന്നു എന്ന് വീണ്ടും വീണ്ടും പറയുന്നതാണ് നഷ്ടപ്പെട്ട നാണയം, നഷ്ടപ്പെട്ട കുഞ്ഞാട്, ധൂർത്തപുത്രൻ. ഈശോ നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ, കഥകൾ, പാരബിൾസ് നമുക്ക് സുവിശേഷത്തിൽ കാണാൻ സാധിക്കും. ഈ മകനെ ഇന്ന് വളരെയധികം അനുഗ്രഹിച്ചിരിക്കുന്ന മകന് യൂട്യൂബിൽ, ഇൻസ്റ്റയിൽ ഒരു അക്കൗണ്ട് തുടങ്ങുവാനും അത് ഈശോയ്ക്ക് വേണ്ടി പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുവാനും അതിലൂടെ ഒരുപാട് മക്കൾ വിശ്വാസത്തിലേക്ക് വരുവാനും അവർക്കെല്ലാം ഒരു അകമഴിഞ്ഞ് കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ചെയ്യുവാനുള്ള വലിയ കൃപ ലഭിച്ചതിൻ്റെ അഭിഷേകത്തോടെയാണ് നീ മകനിവിടെ നിൽക്കുന്നത്. അമൽ റോയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ ജീവിത പ്രതിസന്ധികളെയും, ഈ വിസ തടസ്സമായി നിൽക്കുന്ന എല്ലാ മക്കളുടെയും, സ്ഥലവിൽപ്പനയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ അവസ്ഥകളെയും ഈ മകൻ പറയുകയുണ്ടായി. ഞാനിവിടെ നിന്ന്
2.5 വർഷക്കാലം ഞാൻ 30 പേർ വന്ന് കണ്ടുപോയ ആ സ്ഥലം ഞാൻ 2.5 വർഷമായിട്ട് പരിശ്രമിക്കുകയായിരുന്നു. 2 ആഴ്ച കൊണ്ട് ഞാനിവിടെ നിന്ന് വിശുദ്ധ മണ്ണ് കൊണ്ടുപോയിട്ട് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് അത് സാധിച്ചു എന്ന് പറഞ്ഞു. എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി.